നാമെങ്കിലും നമ്മൾക്കുണ്ട് എന്ന് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. എന്താണ് ആ നാമത്തിൻ്റെ അർത്ഥവും വ്യാപ്തിയും എന്നാണ് നമ്മൾ വിശദീകരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദാസന്മാരെ, അടിമകളെ സഹായിക്കുന്നവനാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ പ്രത്യേക ആളുകളായ ഔലിയാക്കന്മാർ, ആ ഔലിയാക്കന്മാരെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നവനാണ് അള്ളാഹു. അവർക്ക് വേണ്ട പ്രതിരോധങ്ങൾ തീർക്കുന്നവനാണ് അള്ളാഹു. അതാണ് നസ്ർ. വിശുദ്ധ ഖുർആനിൻ്റെ പല ഭാഗങ്ങളിൽ അള്ളാഹു ഈ നാമത്തെ പ്രയോഗിച്ചതായി നമ്മൾ വായിക്കുന്നു. ഉദാഹരണമായി സൂറത്തുൽ അംഫാൽ, ഖുർആനിലെ 8-ാമത്തെ സൂറത്താണ്. അതിൻ്റെ 40-ാമത്തെ വചനം, വഇൻ തവല്ലൗ ഫഅലമു അന്നല്ലാഹ മൗലാക്കും നിഅമൽ മൗല വനിഅമൻ നസീർ എന്ന് അള്ളാഹു പറയുന്നു. അള്ളാഹു എത്ര നല്ല യജമാനനാണ്. നിഅമൽ മൗല വനിഅമൻ നസീർ, അള്ളാഹു എത്ര നല്ല സഹായിയാണ്. സഹായികളിൽ ഏറ്റവും നല്ലവനായ സഹായിയാണ് അള്ളാഹു. ആ പ്രയോഗമാണ് അള്ളാഹു ഈ വചനത്തിൽ നടത്തിയത്. സൂറത്തു നിസായിലേക്ക് ചെല്ലുമ്പോൾ 4-ാം അധ്യായത്തിന് 45-ൽ അള്ളാഹു പറഞ്ഞത്, അല്ലാഹു അഅലമു ബി അഅദാഇകും, വിശ്വാസി വൃന്ദത്തിന്റെ ശത്രുക്കളെ പറ്റി നന്നായി അറിയുന്നവനാണ് അള്ളാഹു. വകഫാ ബില്ലാഹി വലിയൻ വകഫാ ബില്ലാഹി നസീറ, വിശ്വാസികൾക്ക് സംരക്ഷകനായി അല്ലാഹ് മതി, വിശ്വാസികൾക്ക് സഹായിയായി അല്ലാഹ് മതിയായവനാണ് എന്നും അള്ളാഹു മറ്റൊരു അധ്യായത്തിൽ സൂറത്ത് നിസായിൽ പറയുന്നുണ്ട്. ഖുർആനിലെ ശ്രദ്ധേയമായ പരമകാരുണ്യകന്റെ അടിമകളെ കുറിച്ച് പറയുന്ന സൂറത്താണ് സൂറത്തുൽ ഫുർഖാൻ. ആ അധ്യായത്തിൻ്റെ 31-ാമത്തെ വചനം, അവിടെയും അള്ളാഹുവിൻ്റെ ഈ നാമം പറയുന്നുണ്ട്. വകദാലിക ജഅൽനാ ലികുല്ലി നബിയ്യിൻ അദുവ്വൻ മിനൽ മുജ്രിമീൻ വകഫാ ബിറബ്ബിക ഹാദിയൻ വനസീറ. ഓരോ പ്രവാചകനും ശത്രുഭാഗത്ത് നിന്നുള്ള ഓരോ എതിരാളികളെ നാം നിശ്ചയിച്ചിരിക്കുന്നു എന്നാണ്. പ്രവാചകന്മാർക്ക് എതിരാളികളുണ്ട്. മാർഗദർശകനായും സഹായിയായും എത്ര വലിയ ശത്രുക്കൾ നിങ്ങൾക്കുണ്ടെങ്കിലും അല്ലാഹു മതി എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. സത്യത്തിൻ്റെ കക്ഷികളുടെ എതിരാളികൾ എത്ര വലിയവരാണെങ്കിലും സന്മാർഗിയായി സഹായിയായി അല്ലാഹ് മതിയായവനാണ് എന്ന് അല്ലാഹ് പറയാം. ഇതൊക്കെ കേൾക്കുമ്പോൾ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന സകല പ്രയാസങ്ങൾക്കും നമ്മുടെ മുന്നിൽ സഹായിയായി നമ്മുടെ റബ്ബുണ്ടാകണമെങ്കിൽ അതിനെന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണമെന്നും, സഹായിയായി ഇങ്ങനെ റബ്ബുണ്ടാകുമ്പോൾ മാനസികമായി ഉണ്ടാകുന്ന സമാധാനം അത് അനിർവചനീയമാണ്. ഖുർആനിലെ ഏറ്റവും വലിയ അധ്യായമാണ് സൂറത്തുൽ ബഖറ. ബഖറ സൂറത്തിൻ്റെ 107-ാമത്തെ വചനത്തിൽ നമ്മൾക്ക് കാണാം, വമാ ലക്കും മിൻ ദൂനില്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ. ശ്രദ്ധിക്കണേ, ചെറിയൊരു പ്രയോഗമാണെങ്കിലും കനമുള്ള ആശയമാണത്. വമാ ലക്കും മിൻ ദൂനില്ലാഹി മിൻ വലി, അള്ളാഹുവിന് പുറമെ അല്ലാഹ് കൂടാതെ നിങ്ങൾക്ക് യാതൊരു രക്ഷാധികാരിയുമില്ല. പ്രതിസന്ധികളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷയേകാൻ
അല്ലാഹു അല്ലാതെ വേറെ ആരുമില്ല. വലാ നസീർ, സഹായിയായിട്ടും അവനല്ലാതെ ആരുമില്ല. ഇവിടെ പറഞ്ഞ സഹായം മറഞ്ഞ വഴിയിൽ കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്ത് അഭൗതികമായി മാനമിറങ്ങി വരുന്ന സഹായങ്ങൾക്കാണ് ഇവിടെ അള്ളാഹുവിൻ്റെ ഈ പ്രയോഗം. അല്ലാതെ നമ്മളൊക്കെ പരസ്പരം സഹായിക്കുന്ന ഈ സഹായം അതല്ല, നമ്മളെ സൃഷ്ടിച്ച കാലം മുതലേ സൃഷ്ടിച്ചു വെച്ച പ്രക്രിയകളാണ്. പരസ്പരം നമ്മളൊക്കെ പല സഹായങ്ങളും നടത്താറുണ്ട്. അതൊക്കെ അള്ളാഹുവാണ് ഇതൊക്കെ സൃഷ്ടിച്ചതെങ്കിലും ഇതൊക്കെ ആദ്യമേ അള്ളാഹു മനുഷ്യരെ സൃഷ്ടിച്ച കാലം മുതലേ ഇവിടെ സൃഷ്ടിച്ചു വെച്ച കാര്യങ്ങളാണ്. ഏത്? നമ്മളാൽ കഴിയുന്ന സഹായം. എന്നാൽ അള്ളാഹു നമ്മൾക്ക് തരുന്ന സഹായം അത് അഭൗതികമാണ്. ആ സഹായം അതിന് കുറേ ആളുകളുടെ ആൾബലം വേണമെന്നില്ല, സമ്പത്ത് വേണമെന്നില്ല, ബ്ലാക്ക് ക്യാറ്റുകളുടെ എണ്ണങ്ങൾ വേണമെന്നില്ല. ഇത് അള്ളാഹു പറഞ്ഞ ക്വാളിറ്റികൾ ഒരാളിൽ സന്നിവേശിച്ചിട്ടുണ്ടോ അയാളിലേക്ക് അള്ളാഹു ഇറക്കുന്ന സഹായമാണ്. ആ സഹായം അള്ളാഹു അല്ലാതെ ആരും തരൂല. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് വമാ ലക്കും മിൻ ദൂനില്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ. അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾക്ക് യാതൊരു രക്ഷാധികാരിയോ സഹായിയോ ഇല്ല. അപ്പൊ വിശുദ്ധ ഖുർആനിലെ 4-5 വചനങ്ങൾ നമ്മൾ ഈ പറഞ്ഞത് എന്തിനാണ്? അൻ നസീർ എന്ന് പറയുന്ന നമ്മൾ പഠിക്കുന്ന നാമം ഖുർആനിൽ പല സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ്. എങ്കിൽ എന്താണ് അള്ളാഹു നമ്മുടെ സഹായിയാണ് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ എന്താണ്? ക്ഷമയോടെ ഒരു ദീനീപരമായ ഇൽമ നേടുന്ന സദസ്സാണെന്നുള്ള രൂപത്തിൽ തന്നെ ഇങ്ങനെ ജോറാക്കുന്ന വയലൊന്നുമില്ല, നീട്ടിവലിച്ചുള്ള സംസാരങ്ങളൊന്നുമില്ല. ചില കാര്യങ്ങൾ ഈ വിഷയകമായിട്ട് പഠിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ആളുകളോട്, വിശ്വാസികളോട് സൂചിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ പേര് പറഞ്ഞ പ്രവാചകനാണ് മൂസാ നബി അലൈഹിസ്സലാം. മൂസാ നബി അറിയപ്പെടുന്നത് തന്നെ കലീമുള്ള എന്നാണ്. അള്ളാഹുവിൻ്റെ സംസാരം കർണപുടങ്ങൾ കൊണ്ട് നേരിട്ട് കേൾക്കാൻ ഭാഗ്യം കിട്ടിയ പ്രവാചകനാണ് അദ്ദേഹം. ഒരുപാട് പ്രതിസന്ധികളിലൂടെ, ഒരുപാട് പ്രയാസങ്ങളുടെ തീച്ചൂളകളിലൂടെ കടന്നുപോയ പ്രവാചകനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ സമകാലികനാണ്. അദ്ദേഹത്തിൻ്റെ സ്വന്തം ജ്യേഷ്ഠൻ കൂടിയാണ് ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം. അവരുടെ വിഷയം പറയുന്ന ഭാഗത്ത് നിങ്ങൾ കേട്ടിട്ടില്ലേ? സൂറത്ത് സ്വാഫാത്തിൽ മൂസാ നബിയുടെയും അദ്ദേഹത്തിൻ്റെയും ചരിത്രം അള്ളാഹു വിവരിക്കുന്നുണ്ട് കുറേ സ്ഥലങ്ങളിൽ. 37-ാമത്തെ സൂറത്താണ് സൂറത്ത് സ്വാഫാത്ത്. ആ സൂറത്തിൻ്റെ 116-ാമത്തെ വചനം എന്താണ്? വനസ്സർനാഹും ഫകാനു ഹുമുൽ ഗാലിബീൻ. ഇവരെ വിഷയം പറയുന്ന ഭാഗത്താണ് അള്ളാഹു അത് പറഞ്ഞത്. വനസ്സർനാഹും ഫകാനു ഹുമുൽ ഗാലിബീൻ. മൂസാ നബിയെയും ഹാറൂൻ നബിയെയും നാം സഹായിച്ചു എന്നാണ് അള്ളാഹ് പറയുന്നത്. ആ സഹായത്തിലൂടെ അവർ പിന്നീട് എന്തായി മാറി? അള്ളാഹിന്റെ സഹായം കിട്ടിയാൽ പിന്നെ ആ സഹായത്തെ തല്ലിക്കെടുത്താൻ ആർക്കും സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞെന്താണ്? ഹുമുൽ ഗാലിബീൻ ഫക്കാനു ഹുമുൽ ഗാലിബീൻ. പിന്നീട് വിജയികളായി അവർ തീർന്നതാണ്. മൂസാ നബിയുടെയും ഹാറൂൻ അലൈഹിമസ്സലാം അവരുടെ ചരിത്രം അറിയുന്നവർക്കറിയാം. നാട്ടിൽ അടിച്ചമർത്തപ്പെട്ട വിഭാഗത്തിൻ്റെ ആളുകളായിരുന്നവർ, അടിമകളായിരുന്നു. ന്യൂനപക്ഷം, എതിരാളികളാണ് സാമ്പത്തികമായും അധികാരപരമായും മുന്നിലുണ്ടായിരുന്നത്. അവരുടെ വിഷയത്തിൽ അള്ളാഹു ഇവരെ സഹായിച്ചു. അപ്പം അള്ളാഹിൻ്റെ സഹായത്തിന് അധികാരങ്ങൾ വേണ്ട, സമ്പത്തിൻ്റെ പിൻബലം വേണ്ട, ഭൗതികപരമായ ഒരു സംവിധാനവും വേണ്ട. പിന്നെ എങ്ങനെ ഇവർക്ക് അള്ളാഹിൻ്റെ സഹായം കിട്ടിയത്? ഇവരിൽ അള്ള പറഞ്ഞ പ്രത്യേകതകളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ്. ഇവർ മുവഹിദീങ്ങളായിരുന്നു. ഇവർ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവരായിരുന്നു. അതുകൊണ്ട് അവരുടെ കരങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർന്നപ്പോൾ അള്ള പറയാണ് വനസ്സർനാഹും, അവരെ നാം സഹായിച്ചു. അങ്ങനെ വിശ്വാസികളെ സഹായിക്കുന്ന നസീറാകുന്നു ഞാൻ എന്ന് അള്ള തെളിയിക്കുകയാണ്.
ആ സഹായം കിട്ടിക്കഴിഞ്ഞാൽ ഫക്കാനു ഹുമുൽ ഗാലിബീൻ, പിന്നെ അവർ തന്നെയാണ് വിജയികൾ എന്ന് മൂസാ നബിയുടെയും ഹാറൂൻ നബിയുടെയും വിഷയം പറയുന്ന ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും. അല്ലാഹ് അത് പച്ചക്ക് പറഞ്ഞില്ലേ ഖുർആനിൽ, എൻ്റെ സഹായം കിട്ടിക്കഴിഞ്ഞാൽ ഈ യൻസുറുക്കുമുല്ലാഹ്, അള്ളാഹുവിൻ്റെ സഹായം നിങ്ങളിൽ കിട്ടിയാൽ ഫലാ ഗാലിബ ലക്കും, പിന്നീട് നിങ്ങളെ അതിജയിക്കാൻ വേറെ ആരും ഉണ്ടാവില്ല. അള്ളാഹുവിൻ്റെ സഹായം നിങ്ങളിൽ കിട്ടിയാൽ നിങ്ങളെ പിന്നീട് അതിജയിക്കാൻ വേറെ ആരുമില്ല. അള്ളാഹു അങ്ങാനും നിങ്ങളെ കൈവടിഞ്ഞാൽ, അള്ളാഹു അങ്ങാനും നിങ്ങളെ പരിഗണിക്കാതിരുന്നാൽ ആ റബ്ബിന് പുറമെ നിങ്ങളെ സഹായിക്കാൻ ആരുണ്ടടോ എന്നും അള്ളാഹു ചോദിക്കുന്നു. വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ, അതുകൊണ്ട് വിശ്വാസികളോട് അല്ലാഹു പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കണേ, നിങ്ങൾ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യണേ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അപ്പോൾ എന്താ ഈ ആയത്തിൽ പറഞ്ഞത്? അള്ളാഹിൻ്റെ സഹായം കിട്ടിയാൽ പിന്നെ ആ സഹായത്തെ തല്ലിക്കെടുത്താൻ ആർക്കും ഫലാ ഗാലിബ ലക്കും, പിന്നീട് അവരെ അതിജയിക്കാൻ ആരുമില്ല. അള്ളാഹിൻ്റെ സഹായം കിട്ടിയില്ലെങ്കിൽ വേറെ ആരെ സഹായം ഉണ്ടായിട്ടും കാര്യമല്ല. അതുകൊണ്ട് വിശ്വാസികൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കട്ടെ. അള്ളാഹുവിൽ തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്നവർ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. അതുകൊണ്ടല്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിങ്ങൾ അള്ളാഹുവിൽ തവക്കുലാക്കി ഇറങ്ങിയാൽ നിങ്ങളെ ഞാൻ കാക്കും എന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. അത് അള്ളാഹിൻ്റെ സഹായമാണ്. വിശുദ്ധ ഖുർആനിലൊരു അധ്യായം തുടങ്ങണത് തന്നെ എങ്ങനെയാ? സൂറത്തുൽ അൻഫാൽ വായിച്ചു നോക്കൂ നിങ്ങൾ. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹ് വജിലതു ഖുലൂബുഹും, പിന്നെ വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവർ അവരുടെ രക്ഷിതാവിൻ്റെ മേൽ, അള്ളാഹുവിന് ഇഷ്ടമുള്ള ടീമിൻ്റെ കാര്യം പറയണം. അള്ളാഹിനെ കുറിച്ച് ഓർത്താൽ മനസ്സിങ്ങനെ കിടുങ്ങും, ഖുർആൻ്റെ ആയത്ത് കേട്ട ഈമാൻ കൂടും അല്ലേ. പിന്നെ പറഞ്ഞതാണ് വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവർ അവരുടെ റബ്ബിൽ തവക്കുൽ ചെയ്യുന്നവരാകുന്നു എന്ന്. മാത്രമല്ല ഇത്ര വരെ അള്ളാഹ് പറഞ്ഞു എങ്ങനെ? യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും വയുസബ്ബിത് അഖ്ദാമക്കും. ഈ ആയത്തിൻ്റെ അർത്ഥം നമുക്കൊക്കെ അറിയാം. ഒരുപക്ഷെ ഈ ആയത്ത് കാണാതെ അറിയില്ലെങ്കിലും പല ആളുകൾക്കും ഇത് ഹിഫ്ളല്ലെങ്കിലും ഇതിൻ്റെ അർത്ഥം നമുക്കറിയാം. യാ അയ്യുഹല്ലദീന ആമനു, ഞാൻ ഇങ്ങോട്ട് പറഞ്ഞിട്ടില്ലേ, സഹാബികള് വിശുദ്ധ ഖുർആനിൽ യാ അയ്യുഹല്ലദീന ആമനു എന്നുള്ള ആയത്ത് കണ്ടാൽ പ്രത്യേകം അവർ അതിൽ ശ്രദ്ധ കൊടുത്തിരുന്നു എന്നാണ്. കാരണം എന്താ? അത് ഞങ്ങളോടുള്ള കൽപ്പനയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചു. മുഅ്മിനീങ്ങളോട് അങ്ങനത്തെ ഒരു ആയത്താണിത്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് മുഹമ്മദിലെ 7-ാമത്തെ ആയത്താണ്, 47-ാം അധ്യായം. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ഇൻ തൻസുറുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവെ സഹായിക്കുകയാണെങ്കിൽ യൻസുറുക്കും, അള്ളാഹു നിങ്ങളെ സഹായിക്കും. വയുസബ്ബിത് അഖ്ദാമക്കും, നിങ്ങളുടെ കാലുകളെ, പാദങ്ങളെ അവൻ ഉറപ്പിക്കും. പാദങ്ങൾ ഉറപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇതൊരു മജാസിയായ പ്രയോഗമാണ്. അള്ളാഹു നിങ്ങൾക്ക് സ്ഥൈര്യം നൽകുന്നതാണ് അതിൻ്റെ അർത്ഥം. അത് അള്ളാഹുവിനെ സഹായിച്ചാൽ നമുക്ക് കിട്ടുന്ന നേട്ടമാണ്. ഇപ്പം നമ്മൾ ചിന്തിച്ചു നോക്കൂ, അള്ളാഹുവിനിപ്പം നമ്മുടെ സഹായം വേണോ? അപ്പം നമ്മൾ ചർച്ച ചെയ്യുന്ന പേരൻ്റെ എന്താ? അന്നസീർ, അള്ളാഹ് നമ്മളെ സഹായിയാണ്. ഇവിടെ അള്ളാഹ് പറഞ്ഞെന്താ? വിശ്വാസികളെ നിങ്ങൾ അള്ളാഹിനെ സഹായിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞു. ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും, നിങ്ങൾ അള്ളാഹ്. അപ്പം അള്ളാഹുവിന് നമ്മുടെ സഹായം വേണോ? അമാനി മൗലവി അവിടെ കൊടുത്തൊരു ചെറിയ തഫ്സീർ എന്താണെന്നറിയോ? അള്ളാഹുവിനെ നിങ്ങൾ സഹായിക്കുക എങ്കിൽ അവൻ നിങ്ങളെ സഹായിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു വിശദീകരണമായി മഹാനവറുകൾ പറഞ്ഞത്, അള്ളാഹുവിൻ്റെ ദീൻ ഇസ്ലാം, ആ ദീനിനെയും ആ ദീനി രംഗത്ത് നിങ്ങൾ ചെയ്യേണ്ടുന്ന ദഅവത്തിനെയും അതിനു വേണ്ട സേവനങ്ങളെയും ഇനി അതിൻ്റെ പേരിൽ നിങ്ങൾ അനുഭവിക്കുന്ന ത്യാഗങ്ങൾ എന്തൊക്കെയുണ്ടോ
അതൊക്കെ അനുഭവിച്ച് നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിലനിൽക്കുക. ഇതാണ് അത്ര അള്ളാഹിനെ സഹായിക്കുക എന്ന് പറഞ്ഞാലുള്ള ഉദ്ദേശം. അള്ളാഹിൻ്റെ മാർഗത്തിൽ യഥാർത്ഥ മുസ്ലിമായി അത് കിട്ടാത്ത ആളുകൾക്ക് എത്തിച്ചു കൊടുത്ത് ആ എത്തിച്ചു കൊടുക്കുന്നതിലൂടെ ഉണ്ടാകുന്ന പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും ക്ഷമിച്ചുകൊണ്ട് സഹിച്ചുകൊണ്ട് ജീവിക്കുക എന്നതാണ് അള്ളാഹുവിനെ സഹായിക്കുക എന്നുള്ളത് കൊണ്ടുള്ള ഉദ്ദേശമെന്ന് അമാനിമൗലി അങ്ങനെ തഫ്സീർ കൊടുത്തായിട്ട് കാണാൻ പറ്റും. അമാനിമൗലി ഏറ്റവും കൂടുതൽ തൻ്റെ തഫ്സീറിലേക്ക് കൊണ്ടുവന്ന തഫ്സീർ ജലാലൈനിയിലെ തഫ്സീറുകളാണ്. അതിന് കൃത്യമായ സനദുള്ളതേ അദ്ദേഹം മഹാനവറുകൾ അവിടെ കൊടുക്കും ചെയ്യുള്ളൂ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു തഫ്സീറായി അദ്ദേഹം പറയുന്നത്. ഇബ്നു കസീറിൻ്റെ തഫ്സീറിലെ വചനങ്ങളും അദ്ദേഹം പറയുന്നതായി നമുക്ക് കാണാൻ പറ്റും. ഖുർആനിലെ ശ്രദ്ധേയമായ ഒരു അധ്യായമാണ് സൂറത്തുർ റൂം. സൂറത്തുർ റൂം, റൂം എന്ന് പറഞ്ഞാൽ റോമക്കാർ എന്നർത്ഥം. റൂം എന്ന് പറഞ്ഞാൽ റോമക്കാർ എന്നർത്ഥം. അള്ളാഹു അധ്യായം തുടങ്ങുന്നത് എങ്ങനെയാണ്? അലിഫ് ലാം മീം ഗുലിബത്തിർ റൂം ഫീ അദ്നൽ അർളി വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ ഫീ ബിദ്ഇ സിനീൻ ലില്ലാഹിൽ അംറു മിൻ ഖബ്ലു വമിൻ ബഅദ് വയൗമഇദി യഫ്റഹുൽ മുഅ്മിനൂൻ ബിനസ്രില്ലാഹ് യൻസുറു മൻ യശാ വഹുവൽ അസീസുർ റഹീം. സൂറത്തു റൂമിൻ്റെ 1 മുതൽ 5 വരെയുള്ള ആയത്തുകൾ. ഈ ആയത്തിനൊരു സബബുൻ നുസൂലുണ്ട്. ഖുർആനിലെ ഏത് വചനങ്ങൾക്കും ഒരു അവതരണ പശ്ചാത്തലം ഉണ്ടാകണം. സൂറത്തു റൂമിലെ ഈ 5 ആയത്തുകളുടെ വിഷയം പറയുന്ന ഭാഗത്ത് ശ്രദ്ധിക്കണേ. കുറച്ച് സമയം ഇസ്ലാമിക ചരിത്രം വായിക്കുന്ന ഭാഗത്ത് വിശിഷ്യ ഈ റോം എന്ന് പറയുന്ന ഈ അധ്യായം ഇസ്ലാമിക ചരിത്രത്തിൽ റോമക്കാർ പേർഷ്യക്കാരെ തോൽപ്പിച്ച ചരിത്രവുമായി ബന്ധപ്പെട്ട ആയത്തുകളാണ്. വലിയ 2 സാമ്രാജ്യങ്ങളായിരുന്നു റോമും. ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടുന്ന് ശ്രദ്ധ പോയാൽ ബാക്കിയുള്ളതൊന്നും മനസ്സിലാവില്ല. അറിയപ്പെട്ട വലിയ 2 സാമ്രാജ്യങ്ങളായിരുന്നു റോമും പേർഷ്യയും. റോം പേർഷ്യയെ തോൽപ്പിച്ചതുമായി ബന്ധപ്പെട്ടതാണ് ഈ ആയത്തുകൾ. എന്താ വിഷയം? ചരിത്രത്തിൽ നമ്മൾക്ക് കാണാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിതനാകുന്ന കാലഘട്ടം. നമ്മുടെ പ്രവാചകനായി അതിൻ്റെ സ്റ്റാർട്ടിങ്, തുടക്കം, ആരംഭ കാലഘട്ടം. ഇപ്പം നമുക്കറിയാം, ഈ റോമും പേർഷ്യയും അറേബ്യൻ ഉപദ്വീപുകളുടെ പുറത്തുള്ള രാജ്യങ്ങളാണ്. അറേബ്യൻ ഉപദ്വീപിൻ്റെ ഉള്ളിലല്ല, ജസീറത്തുൽ അറബിൻ്റെ ഉള്ളിലല്ല, പുറത്തുള്ള രാജ്യങ്ങളാണ് റോമും പേർഷ്യയും. അതുകൊണ്ട് തന്നെ ഈ പേർഷ്യക്കാർ എന്ന് പറയുന്ന വിഭാഗം മജൂസികളാണ്. മജൂസി എന്ന് പറഞ്ഞാൽ ആരാണ്? തീയിനെ ആരാധിക്കുന്നവരാണ് മജൂസികൾ. അതാണ് പേർഷ്യക്കാർ. റോമക്കാർ അഹ്ലി കിതാബുകാരാണ്. വേദം നൽകപ്പെട്ട ജൂത ക്രിസ്ത്യാനികളുടെ നാടാണ്, വിശിഷ്യ ക്രിസ്ത്യാനികളുടെ നാടാണ് റോം. അപ്പൊ പേർഷ്യക്കാർ അഗ്നി ആരാധകർ, മുശ്രിക്കുകളാണ്, ശിർക്ക് ചെയ്യുന്നവരാണ്. റോമക്കാർ അഹ്ലി കിതാബുകാരാണ്. അപ്പോ മൂന്നാമത്തെ വിഭാഗം അറേബ്യൻ ഉപദ്വീപിലുള്ള നമ്മുടെ പ്രവാചകനും സഹാബികളും. അറേബ്യൻ ഉപദ്വീപിൽ 2 ടീമുള്ളൂ. അതാരാ? മുശ്രിക്കുകളും മുസ്ലിമീങ്ങളും. മൂന്നാമത്തെ വിഭാഗമല്ല. അപ്പോ വേദം നൽകപ്പെട്ട ആളുകളോടായിരുന്നു അന്ന് മക്കയിലൊരു ചർച്ച തന്നെ ഉണ്ടായിരുന്നു. എന്തറിയോ? ഞങ്ങൾ പേർഷ്യക്കാരുടെ ആളുകളാണെന്നാണ് മുശ്രിക്കുകൾ പറയല്. ഈ പേർഷ്യക്കാരും റോമക്കാരും ഇടക്കിടക്ക് പോരാട്ടങ്ങളുണ്ടാവും, യുദ്ധങ്ങളുണ്ടാവും, ഇടക്കിടക്കുണ്ടാവും. അതിലധികം വിജയിക്കലാരാണ്? പേർഷ്യക്കാരാണ്. അതുകൊണ്ട് തന്നെ ഈ പേർഷ്യക്കാരുടെ വിജയവും റോമക്കാരുടെ പരാജയവും മക്കയിൽ എന്നൊരു ചർച്ചയാണ്. മുശ്രിക്കുകൾക്കിടയിൽ, മുസ്ലിങ്ങൾക്കിടയിൽ ഒരു ചർച്ചയാണ്, ഒരു വാർത്തയാണ്. മുശ്രിക്കുകൾ പറയും
ഞങ്ങളുടെ ആളുകളാണ് പേർഷ്യക്കാർ. കാരണം എന്താ? ഒരു മുശ്രിക്കുകളാണ്. മക്കാ മുശ്രിക്കുകളുടെ അതേ ആദർശത്തിലാണ് പേർഷ്യക്കാരുള്ളത്. അതുകൊണ്ട് ഓല് ജയിച്ചാൽ ഞങ്ങൾക്കാണ് അഭിമാനം എന്ന് മക്കയിൽ എപ്പോഴും മുശ്രിക്കുകൾ പറയും. മുസ്ലിമീങ്ങൾക്ക് ചായ്വ് ആരോടാണ്? ശ്രദ്ധിക്കണേ, മക്കയിലെ മുശ്രിക്കുകൾക്ക് പേർഷ്യക്കാരോടാണ് ചായ്വ്, മക്കയിലെ മുസ്ലിമീങ്ങൾക്ക് റോമക്കാരോട്. കാരണം എന്താ? റോമക്കാർ അഹ്ലി കിതാബുകാരാണ്. ഈ അഹ്ലി കിതാബുകാരോട് മുസ്ലിമീങ്ങൾക്കുള്ള സ്നേഹം എന്ന് പറയുന്നത് മതപരമായിട്ടുള്ള സ്നേഹമല്ല, നേരെ മറിച്ചുകൊണ്ട് സുഹബത്താണ്. സുഹബത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അവർക്ക് വേദം കിട്ടിയ ആളുകളാണല്ലോ. അതുകൊണ്ട് നമ്മളുമായി പേർഷ്യക്കാരെക്കാളും അടുത്ത് നിൽക്കുന്നത് ആരാണ്? വേദം നൽകപ്പെട്ട റോമക്കാരാണ്. അതുകൊണ്ട് മുശ്രിക്കുകൾ എപ്പോഴും മുസ്ലിമീങ്ങളെ കളിയാക്കും. കണ്ടോ, കഴിഞ്ഞ പോരാട്ടത്തിലും ജയിച്ചത് ഞങ്ങളുടെ ടീമാണ്. അപ്പൊ മുസ്ലിമീങ്ങൾക്ക് ജയിക്കണമെന്ന ആഗ്രഹം റോമക്കാരാണ്, പക്ഷെ എപ്പോഴും ജയിക്കാറുള്ളത് പേർഷ്യക്കാരാണ്. അപ്പൊ ഈ പേർഷ്യക്കാരെ ജയിക്കുന്നത് വെച്ച് മുസ്ലിമീങ്ങൾ എപ്പോഴും മക്കയിലെ മുശ്രിക്കുകൾ എന്ത് ചെയ്യും? പരിഹസിക്കാറുണ്ട്. ചരിത്രത്തിൽ അങ്ങനെ ഒരു സംഗതി നമുക്ക് കാണാൻ കഴിയും. അപ്പോ ഒരിക്കൽ ഈ ചർച്ച ഇങ്ങനെ മക്കയിൽ കൊടുമ്പിരി കൊള്ളുന്ന വിഷയത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബിയോട് വന്ന് പറഞ്ഞു, നബിയെ, പേർഷ്യക്കാരുടെ വിജയം പറഞ്ഞ് എപ്പോഴും മക്കയിലെ നമ്മുടെ ശത്രു വിഭാഗം നമ്മളെ പരിഹസിക്കുകയാണ്, നമ്മളെ കളിയാക്കുകയാണ്. അതുകൊണ്ട് നമ്മൾക്ക് ചായ്വുള്ള റോമക്കാർക്കൊരു വിജയം അത് നമുക്ക് ലഭ്യമാകുന്നില്ലല്ലോ പ്രവാചകരെ, അങ്ങനെ ഒരു വാർത്ത നമുക്ക് കിട്ടിയില്ലല്ലോ. അപ്പൊ അള്ളാഹുവിന്റെ ഖുർആനിലെ ആയത്തിറങ്ങി, വിശുദ്ധ ഖുർആനിലെ ആയത്തിറങ്ങി. അതാണ് ഞാൻ നിങ്ങളെ നേരത്തെ കേൾപ്പിച്ചത്. സൂറത്തുർ റൂമിലെ ആദ്യത്തെ 5 ആയത്തുകൾ ഈ മക്കയിലെ മുശ്രിക്കുകളും മുസ്ലിങ്ങളും തമ്മിലുള്ള ചർച്ചയ്ക്കിടയിൽ അവതരിച്ച ആയത്തുകളാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, ഇപ്രാവശ്യം ജയിച്ചത് പേർഷ്യക്കാരാണ്. അപ്പൊ അല്ലാഹു ആയത്തിറക്കി, അലിഫ് ലാം മീം ഗലിബത്തിർ റൂം, റോമക്കാർ പരാജയപ്പെടുത്തപ്പെട്ടിരിക്കുന്നു എന്നാണ്. റോമക്കാർ പരാജയപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് അല്ലാഹു പറയാണ്, ഫീ അദ്നൽ അർളി വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ, കൂടുതൽ വൈകാതെ റോമക്കാർ വിജയിക്കുമെന്ന് അതിൻ്റെ ആശയം. കൂടുതൽ വൈകാതെ റോമക്കാർ വിജയിക്കും. മുസ്ലിമീങ്ങൾക്ക് ആര് ജയിക്കാനാ പൂതി? റോമക്കാർ. പക്ഷെ ജയിക്കണത് എപ്പോഴും പേർഷ്യക്കാരാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു മക്കയിലെ മുശ്രിക്കുകളെ പരിഹാസം കൂടിയപ്പോൾ നബിന്റെ മുമ്പിൽ വന്ന് കാര്യം അവതരിപ്പിച്ചപ്പോൾ മുകളിലുള്ള നസീറായ റബ്ബ് ആയത്തിറക്കി, റൂമിലെ ആയത്ത്. റോമക്കാർ പരാജയപ്പെട്ടിരിക്കുന്നു, ഗലിബത്തുർ റൂം. പക്ഷേ ഫീ അദ്നൽ അർളി വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ, കൂടുതൽ വൈകാതെ റോമക്കാർക്ക് വിജയമുണ്ടാകും. എത്രയാണ് കൂടുതൽ വൈകാതെ എന്ന് പറഞ്ഞതിൻ്റെ കാലപരിധി? അതും വിശുദ്ധ ഖുർആനിൽ തന്നെ അതിൻ്റെ 4-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, ഫീ ബിൽഇ സിനീൻ, ചില്ലറ കൊല്ലങ്ങൾ എന്നാണ്. ചില്ലറ കൊല്ലങ്ങൾക്കുള്ളിൽ റോം പേർഷ്യയെ മലർത്തി അടിക്കും, അന്ന് നിങ്ങൾക്ക് സന്തോഷ വാർത്ത കേൾക്കാം എന്ന് വഹി ഇറങ്ങി. ഇതാണ് സംഭവത്തിൻ്റെ ചുരുക്കം. മുഫസ്സിറുകൾ പറയുന്നത് കാണാൻ പറ്റും, ഫീ ബിൽഇ സിനീൻ എന്ന് പറഞ്ഞാൽ, ചില്ലറ കൊല്ലം എന്ന് പറഞ്ഞാൽ അറബികൾ ആ പ്രയോഗം നടത്താറുള്ളത് 9 കൊല്ലങ്ങൾക്കാണ്. 10 കൊല്ലത്തിൻ്റെ അപ്പുറത്തേക്ക് പോകാത്ത അതിൻ്റെ ഉള്ളിലുള്ള കൊല്ലങ്ങൾക്കാണ് ഫീ ബിൽഇ സിനീൻ, ചില്ലറ കൊല്ലങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറി വന്നാൽ 9 കൊല്ലം. ഇതാണ് ഇറങ്ങിയ ആയത്ത്. അള്ളാഹു പറയുന്നുണ്ട് അവിടെ അതിൻ്റെ 5-ാമത്തെ ആയത്തിൽ, ബിനസ്രില്ല, അള്ളാഹിൻ്റെ സഹായത്താലായിരിക്കും റോം ജയിക്കുക. കാരണം വിശ്വാസികൾക്ക് ഇവിടെ സന്തോഷം കിട്ടണം, അതിനവിടെ ആര് ജയിക്കണം? റോമക്കാർ ജയിക്കണം. അള്ളാഹിൻ്റെ സഹായമാണ്. ഈ മക്കക്കാരുടെ വായടക്ക അതേ മാർഗമുള്ളൂ. ഇടക്കിടക്ക് പേർഷ്യക്കാർ റോമക്കാരും പോരാട്ടം ഉണ്ടാവും ചെയ്യുന്നുണ്ട്.
അതിലൊക്കെ ജയിക്കണ പേർഷ്യക്കാരൻ. അപ്പോഴൊക്കെ മുസ്ലിമീങ്ങൾ മക്കത്ത് ഇടങ്ങാറാകാൻ, മക്കാ മുശ്രിക്കുകൾ പരിഹാസം കൊണ്ട്. അപ്പം അള്ളാഹിൻ്റെ സഹായം ബിനസ്സിരില്ല, നസീറായ അള്ളാഹിൻ്റെ സഹായം. എന്നിട്ട് അള്ളാഹ് പറയണേ യൻസുർ മയ്യഷ, അള്ളാഹ് ഉദ്ദേശിക്കുന്നവർ അവൻ സഹായിക്കും. അള്ളാഹ് ഉദ്ദേശിക്കുന്നവരെ അവൻ സഹായിക്കും. ബഹുവൽ അസീസു റഹീം, അവൻ അൽ അസീസാൻ അർ റഹീമാണെന്ന് അള്ളാഹ് പറയാൻ. അപ്പം ഈ വചനം ഇറങ്ങിയപ്പോൾ മക്കയിലെ മുസ്ലിമീങ്ങൾക്ക് ഭയങ്കര പ്രതീക്ഷയായി. സൂറത്ത് റൂമിലെ ഈ ആയത്തുകൾ ഇറങ്ങിയപ്പോൾ ഭയങ്കര പ്രതീക്ഷയായി. ഇനി ഈ റോമക്കാരെന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങൾക്ക് വേദം നൽകപ്പെട്ട ആളുകൾ നിലക്കുള്ള ബന്ധം മാത്രമല്ല, മറ്റൊരു ബന്ധം കൂടിയുണ്ട്. ഇവർ ഇസ്ഹാഖ് നബിയുടെ സന്താന പരമ്പരകളാണ്. ആര്? റോമക്കാർ. നമ്മളെ ചരിത്രം അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുറച്ചും അപ്പുറത്തുകൂടെ പോയാൽ അങ്ങനെ കാണാൻ പറ്റും നമുക്ക്. ഇസ്ഹാഖ് നബി ആരെ മകനാ? യാക്കൂബ് നബിയുടെ മകനാ. ആണോ? മുസസ്സതെ കൺഫ്യൂഷൻ ആക്കല്ലേ. ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാം യാക്കൂബ് നബിന്റെ മോനല്ലല്ലോ. യാക്കൂബ് നബിന്റെ ആരാ? കൺഫ്യൂഷൻ ആയില്ലേ? യാക്കൂബ് നബിന്റെ ഉപ്പല്ലേ? അങ്ങനെ പറയണ്ടേ? യാക്കൂബ് നബിന്റെ ഉപ്പയാണ് ഇസ്ഹാഖ് നബി എന്ന് പറയണ്ട, ഇസ്ഹാഖ് നബിന്റെ മകനാണ് എന്നാണ് ഷോക്കച്ച് പറയാം. നമുക്ക് അങ്ങനെയും പറയാം. ഇസ്ഹാഖ് നബി അലൈഹി സ്വലാം ഇബ്രാഹിം നബിന്റെ മോനാണ്, നേരെ മോനാണ്. അറിയാലോ. കാരണം ഇബ്രാഹിം നബിക്ക് സാറ ഹാജറ ദമ്പതികളിൽ ഉണ്ടായ 2 മക്കൾ. ഒന്ന് ഇസ്മായിൽ അലൈഹിസ്സലാം, ഹാജറയിൽ റളിയല്ലാഹു അൻഹ. പിന്നെ സാറയിൽ ഉണ്ടായ മകനാണ് ഇസ്ഹാഖ് അലൈഹി സ്വലാം. ആ ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മകനാണ് അൽ ഈസ്. ഇത് സ്വഹീഹായ സനദിൽ വന്നൊരു സംഭവമാണ്. അൽ ഈസ് എന്ന വ്യക്തിയുടെ സന്താന പരമ്പരയിലാണ് റോമക്കാരുണ്ടായത് എന്നാണ്. അപ്പോൾ ഈ പരമ്പരയുടെ അടിസ്ഥാനം ചെന്ന് നോക്കുമ്പോൾ, നസബ നോക്കുമ്പോൾ ചെന്നെത്തുന്നത് എവിടെയാണ്? ഇബ്രാഹിം നബിയിലാണ്. ഇബ്രാഹിം നബിയുമായി നമ്മുടെ പ്രവാചകന്റെ ബന്ധം എന്താ? മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബന്ധം എന്താണ്? നിങ്ങൾ പറയൂ, നിങ്ങൾ ഇടപെടൂ ക്ലാസ്സിൽ. നിങ്ങൾ രണ്ടാളും ഉണ്ടല്ലോ, ഉസ്താദന്മാരും ഉണ്ടല്ലോ, ബാക്കിയുള്ളവർ പറയട്ടെ. നമ്മളെ മറ്റുള്ള ആവറേജ് ടീമുകൾ സംസാരിക്കട്ടെ. അതായത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇബ്രാഹിം നബിയുമായുള്ള ബന്ധം എന്താ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മകൻ ഇസ്മായിൽ നബിയുടെ പരമ്പരയിലാണ് ആരുണ്ടായത്? ഇസ്മായിൽ നബിയുടെ പരമ്പരയിൽ നിന്ന് ഒരേ ഒരു പ്രവാചകനേ ഉള്ളൂ. ഇസ്മായിൽ നബിയുടെ പരമ്പരയിൽ നിന്ന് കടന്നു വന്ന ഒരേ ഒരു പ്രവാചകനേ ഉള്ളൂ. അതാണ് നമ്മുടെ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ഇസ്ഹാഖ് നബിയുടെ പരമ്പരയിൽ നിന്ന് ധാരാളം പ്രവാചകന്മാരുണ്ട്. 5000-ലധികം പ്രവാചകന്മാരുണ്ടെന്നാ. അവരാണ് ബനു ഇസ്രായേലർ. അവരാണ്. എന്തുകൊണ്ടാണ്? തൗറാത്തിലൊക്കെ പറയപ്പെട്ടൊരു പ്രവാചകൻ വരാനുണ്ട് എന്ന് പറയപ്പെട്ടപ്പോൾ ആ പ്രവാചകനെ ജൂതന്മാർ കാലങ്ങളായി കാത്തിരുന്ന്, ആ പ്രവാചകൻ പിന്നീട് വന്നപ്പോൾ ആ പ്രവാചകനെ അംഗീകരിക്കാതിരുന്ന ജൂതന്മാരുടെ ചരിത്രമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. എന്തുകൊണ്ട് അവർ മുഹമ്മദ് നബി അംഗീകരിക്കാതിരുന്നത്? അവർ ഇസ്ഹാഖ് നബിയുടെ പരമ്പരയിൽ നിന്നല്ല വന്നത് എന്നുള്ളത് കൊണ്ടാണ്. അപ്പം ഞാൻ പറഞ്ഞത്, നമ്മുടെ പ്രവാചകന് ഇബ്രാഹിം നബിയുമായുള്ള ബന്ധം ഒന്നതാണ്. ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്മായിൽ നബിൻ്റെ പരമ്പരയിലാണ് നമ്മുടെ നബി ജനിച്ചത്. മറ്റൊരു ബന്ധം ഇബ്രാഹിം നബി, എൻ്റെ ആദർശ പിതാവ് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന ഫലമാണ് ഞാൻ എന്നാര് പറഞ്ഞിട്ടുണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? മാത്രമല്ല ഇബ്രാഹിം നബി പുതുക്കിപ്പണിത കഅബാലയത്തിൻ്റെ നാട്ടിലാണ്, ആ കഅബയുമായി ബന്ധപ്പെട്ട നാട്ടിലാണ് പ്രവാചകനായി അല്ലാഹു നിയോഗിച്ചത്. ധാരാളം പ്രത്യേകതകൾ പറയുന്നുണ്ട്. ഇവിടെ ഇസ്ഹാഖ് നബിയുടെ മകനായ അൽ ഈസ് എന്ന് പറയുന്ന വ്യക്തിയുടെ സന്താന പരമ്പരയിൽപ്പെട്ടതാണ് റോമക്കാർ. അപ്പൊ ആ ഒരു ബന്ധം കൂടി മുസ്ലിമീങ്ങൾക്ക് ആരോടുണ്ട്? റോമക്കാരോട് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണല്ലോ നബിയോട് വന്ന് ഈ സങ്കടം പറയുന്നത്. നബി എപ്പോഴും നമ്മളോട് ട്രോളാണ്, പോലെ നമ്മളെ കളിയാക്കുക. അപ്പോഴാണ് ഈ ആയത്തിറങ്ങണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ അബൂബക്കർ തന്നെ ഉണ്ടാവുമ്പോഴാണ് ഈ ആയത്തിറങ്ങണത്. ഈ വചനം കേട്ടപാടെ അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? ഖുറൈശി പ്രമുഖരുടെ അടുക്കിലേക്ക് പോയിനാ.
കാരണം ഈ ആയത്ത് ഇറങ്ങുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു നബിൻ്റെ അടുത്തുള്ളത്. ഈ ആയത്തിൽ എന്താ പറയണത്? റോമക്കാർ ജയിക്കും ഫി ബിദ്ഇ സിനീൻ, ചില്ലറ കൊല്ലങ്ങൾക്കപ്പുറം. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഭയങ്കര സന്തോഷമായി. അദ്ദേഹം മക്കാ മുശ്രിക്കുൽ അടുക്കൽ ചെന്നുകൊണ്ട് അദ്ദേഹം വിളിച്ചു പറയുന്നുണ്ട്. ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ആ സമയത്ത് കഅബയുടെ പരിസരത്ത് ദാറുന്നദവയിലെ നേതാക്കന്മാരൊക്കെ ഇരിക്കുന്നുണ്ട്. മക്കയിലെ പ്രമുഖരൊക്കെ കഅബൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട്. അവരോട് കാര്യം പറഞ്ഞു അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഇങ്ങനെയൊക്കെയാണ് സംഗതി, റോമക്കാർ ജയിക്കും എന്ന് പറഞ്ഞു. ആ കൂട്ടത്തിൽ മക്കാ മുശ്രിക്കുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളായിരുന്നു, കഅബൻ്റെ പരിസരത്ത് ഇരിക്കുന്ന ഒരാളായിരുന്നു ഉബൈദ് ഇബ്നു സമ്മാഹ് അൽ ജമൂഹി എന്ന് പറയുന്ന ഒരു വ്യക്തി. ഉബൈദ് ബിൻ സമ്മാഹ് എന്ന് പറയുന്ന വ്യക്തി. ആ വ്യക്തിയോട് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സംശയമുണ്ടെങ്കിൽ 10 ഒട്ടകങ്ങൾക്ക് നമുക്ക് ബെറ്റ് വെക്കാന്ന് പറഞ്ഞു. അവർ പരിഹാസത്തിന്റെ ചിരിച്ചിരിച്ചപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, 10 ഒട്ടകങ്ങൾക്ക് നമുക്ക് ബെറ്റ് വെക്കാം. ബെറ്റ് ഇസ്ലാമിൽ അനുവദനീയമല്ല, ആണോ? പക്ഷെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഈ ബെറ്റ് വെക്കുന്നത് ഇസ്ലാമിന്റെ ആദ്യകാലത്താണ്. ഈ സംഭവം ഞാൻ പറഞ്ഞു. അന്ന് ഇസ്ലാം ഇത് എന്ത് ചെയ്തിട്ടില്ല, നിരോധിച്ചിട്ടില്ല. ആ സമയത്താണ് ഈ ബെറ്റ്. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആരോട്? ഉബൈദ് ബിൻ സമ്മാഹിനോട് 10 ഒട്ടകം തരാം, സംശയമുണ്ടോ എന്ന് ചോദിച്ചു. കാരണം ഓൽക്ക് ഖുർആന്റെ ആയത്ത് ഭയങ്കര ഉറപ്പാണ്, അതിൽ നല്ല വിശ്വാസമാണ്. അള്ളയാണ് പറഞ്ഞിട്ടുള്ളത് റോമക്കാർ ജയിക്കുന്നു, അതും ചെറിയ കൊല്ലങ്ങൾക്കപ്പുറം. 10 ഒട്ടകങ്ങൾക്ക് നമുക്ക് വെറ്റുവെക്കാന്ന് പറഞ്ഞു. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞ എന്താണെന്നറിയോ? ഒരിക്കൽ പോലും ഇനി പേർഷ്യക്കാർ വിജയിക്കില്ല എന്ന് മാത്രമല്ല, ഇനിയുള്ള പോരാട്ടത്തിൽ വിജയിക്കുന്നത് റോമക്കാരാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എതിർകക്ഷിയായ ഉബൈദ് ബിൻ സമ്മാഹ് അൽ ജമഹി അല്ലെങ്കിൽ അൽ ജമൂഹി എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞു, റോമക്കാർ ഒരിക്കലും വിജയിക്കാൻ പോകുന്നില്ല, പേർഷ്യക്കാർ തന്നെയായിരിക്കും വിജയം തുടരുക എന്ന് മക്കാ മുശ്രിക്കുകളുടെ കൂട്ടത്തിൽപ്പെട്ടൊരുത്തൻ പറഞ്ഞു. ഈ ചങ്ങായി പറഞ്ഞു അല്ലേ? അപ്പോൾ ഈ ശത്രു ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഈ ബെറ്റിന്റെ കാലയളവ് എത്ര കൊല്ലത്തിനുള്ളിൽ ജയിക്കും നിങ്ങൾ പറയണേ എന്ന് മക്കാ മുശ്രിക്ക് അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചു. അപ്പോൾ മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, 6 കൊല്ലം. എത്രയാണ്? 6 കൊല്ലം. 6 കൊല്ലത്തിന്റെ ഉള്ളിൽ ഇതാ റോമ ജയിച്ചിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ചെന്ന് പറഞ്ഞു എന്നും ബെറ്റ് വെച്ചു എന്നും 6 കൊല്ലാണ് കാലപരിധി വെച്ചെന്നും പ്രവാചകൻ അറിഞ്ഞു. ആ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അള്ളാഹു പറഞ്ഞത് അബൂബക്കർ ഫീ ബിദ്ഇ സിനീൻ എന്നല്ലേ? ഫീ ബിദ്ഇ സിനീൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്തത് 9 കൊല്ലം എന്നാണ്. അവിടെ നിങ്ങൾ 6 കൊല്ലം എന്ന് പറഞ്ഞത് എന്ത് അടിസ്ഥാനത്തിലാണ് എന്ന് ചോദിച്ചു. 9 കൊല്ലമാണ്. അപ്പോൾ ഇത് കേട്ട ഉടനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? വീണ്ടും ആ ചെങ്ങായിയുടെ അടുക്കിലേക്ക് ചെന്നിട്ട് ബെറ്റിൽ ചെറിയൊരു തിരുത്തുണ്ട്. അപ്പം എന്നെ ട്രോളപ്പഞ്ഞ് വേറെ എന്തെങ്കിലും വേണോ? ബെറ്റിൽ ചെറിയൊരു തിരുത്തുണ്ടെന്ന് പറഞ്ഞു. കാലപരിധി ഒരു 3 കൊല്ലം കൂടി നീട്ടിയിരിക്കും, 9 കൊല്ലം. 9 കൊല്ലത്തിനുള്ളിൽ റോമ ജയിച്ചിരിക്കും. അതുകൊണ്ട് ഞാൻ മാറ്റി പറഞ്ഞത് കൊണ്ട് തന്നെ 10 എന്നുള്ളത് ഞാൻ 100 ഒട്ടകമാക്കിയിരിക്കും. ഈ 100 ഒട്ടകം എന്നൊക്കെ പറഞ്ഞാൽ നമുക്കിപ്പോൾ വലിയൊരു പ്രശ്നമൊന്നും ആയിരിക്കില്ല. അന്നത്തെ ആളുകൾക്ക് ഈ ഒട്ടകം എന്ന് പറഞ്ഞാൽ അത് വലിയ വിലപിടിപ്പുള്ളൊരു സാധനമാണ്. ഇന്നും അല്ലേ, ഇന്നും പലർക്കും. പക്ഷെ ഇന്നിപ്പോൾ ഈ പുതിയ വാഹനങ്ങളും സംവിധാനങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ആ ഒരു എഫക്റ്റ് ഇപ്പോൾ കിട്ടൂല. പക്ഷെ ഇന്നും ബതുക്കളായി ജീവിക്കുന്ന പല അറബികൾക്കും ഒട്ടകത്തെ ഇന്ന് പലരും അറബികളാണെങ്കിൽ തന്നെ വാഹനത്തിനായിട്ടൊന്നും പലരും ഉപയോഗിക്കണമെന്നില്ല, ചിലരൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ 100 ഒട്ടകമാക്കിയിരിക്കുന്നു. 3 കൊല്ലം ഞാൻ കൂട്ടിയത് കൊണ്ട് എൻ്റെ ബെറ്റ് ഞാൻ 100 ആക്കിയിരിക്കുന്നു. അങ്ങനെ ബെറ്റ് ഉറപ്പിച്ചു. ശ്രദ്ധിക്കണേ, ഇനി നമ്മൾ അന്നസീറായ റബ്ബിനെ കുറിച്ചുള്ള ചെറിയൊരു സംസാരമാണ്. ബെറ്റ് ഉറപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വന്നത് ഈ ചരിത്രത്തിൻ്റെ ബാക്കി നമ്മൾ വായിക്കുന്നത് ഈ പറയപ്പെട്ട 9 കൊല്ലത്തിൻ്റെ ഉള്ളിൽ മുസ്ലിമീങ്ങൾക്ക് സന്തോഷിക്കാനുള്ള വാർത്ത വന്നു കിട്ടിയതാണ്.
പേർഷ്യക്കാരെ റോമക്കാർ തോൽപ്പിച്ചു എന്നാണ് പിന്നീട് ചരിത്രം നമ്മൾ വായിക്കുന്നത്. ഈ ഒരു സഹായം സന്തോഷ വാർത്തയായി മുസ്ലിമീങ്ങൾക്ക് എത്തിച്ചു കൊടുത്തവനാണ് അൻ-നസീർ, സഹായിയായ അല്ലാഹ്. സൂറത്ത് റൂമിൻ്റെ 5-ാമത്തെ വചനത്തിൽ തന്നെ അല്ലാഹ് പറഞ്ഞെന്താ? അല്ലാഹ് ഉദ്ദേശിക്കുന്നവരെ അവൻ സഹായിക്കും. എന്നിട്ട് ഈ റൂം സൂറത്തിൻ്റെ 6-ാമത്തെ വചനത്തിലേക്ക് എത്തിയാൽ അവിടെ അല്ലാഹ് പറയുന്നുണ്ട്, വിശ്വാസി വൃന്ദത്തിന് വല്ല ഓഫറും അല്ലാഹ് കൊടുത്തിട്ടുണ്ടോ, വാഗ്ദാനങ്ങളും അല്ലാഹ് കൊടുത്തിട്ടുണ്ടോ, അതല്ല എന്തായാലും പാലിച്ചിരിക്കും എന്നാണ് 6-ാമത്തെ ആയത്ത്. നിങ്ങളുടെ സൂറത്ത് റൂം ഒന്ന് മറിച്ച് നോക്കണം. അവിടെ നമുക്ക് പറ്റുമെങ്കിൽ അമാനി മൗലവിയുടെയോ പറപ്പൂർ ഉസ്താദിൻ്റെയോ ഒക്കെ മലയാള പരിഭാഷ എടുത്ത് വായിച്ചു നോക്കി നമുക്കിങ്ങനെ ഭയങ്കര ആവേശം തോന്നും. അല്ലാഹ് പറയുകയാണ്, അള്ളാഹുവിൻ്റെ ഈ പറയപ്പെട്ട വാഗ്ദാനം, സൂറത്ത് റൂമിലെ ഈ വിഷയം പറഞ്ഞിട്ട് അല്ലാഹ് പറയണേ, ഈ പറയപ്പെട്ട വാഗ്ദാനം ലാ യുഖ്ലിഫുല്ലാഹു വഅദഹു, ആ വാഗ്ദാനത്തിൽ ഒരിക്കലും അല്ലാഹു വ്യത്യാസം ചെയ്യുന്നതല്ല, ഒരിക്കലും മാറ്റം വരുത്തൂല. പക്ഷേ വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ, പല ആളുകളും അധികം ആളുകളും വിഷയത്തെക്കുറിച്ച് അറിയുന്നവരല്ല. അള്ളാഹുവിൻ്റെ ഈ സഹായം ആർക്ക് കിട്ടുള്ളൂ? അവനിൽ ഉറച്ച ബോധമുള്ളവർക്കേ കിട്ടുള്ളൂ. ഇവിടെ റോമക്കാർ വിജയിക്കുന്നു എന്നുള്ളത് കൊണ്ട് അവർക്കല്ല വിജയം കൊടുത്തത് എന്തിനാ? ഓല് യഥാർത്ഥ മുത്തക്കികളായിട്ടല്ല. റോമക്കാരല്ല വിജയിപ്പിച്ചത് ആർക്ക് സന്തോഷിക്കാനാ? അതാണ് വിഷയം. റോമക്കാർ അഹ്ലി കിതാബുകാരാണ്. അവർ പല അന്ധവിശ്വാസങ്ങളും ശിർക്കിന്റെ പല കാര്യങ്ങളും കൊണ്ടു നടക്കുന്ന ആളുകൾ ഓല കൂട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നു. കിതാബിൽ പറയപ്പെട്ട പലതും ഓലെടുത്തില്ല. എന്നിട്ട് ഓൽക്കും അല്ല വിജയം കൊടുത്തത് ഓരോടുള്ള ഹുബ്ബ് കൊണ്ടല്ല. വിശ്വാസികളെ മക്കത്തുള്ള ശത്രുക്കൾ പരിഹസിക്കുന്നു, ആ പേരും പറഞ്ഞിട്ട്, അതുകൊണ്ട് ആ പേരും പറഞ്ഞ് ഇനി പരിഹസിക്കാതിരിക്കാൻ വിശ്വാസികൾക്ക് സന്തോഷാകാനാണ് അല്ലാഹ് റോമക്കാർക്ക് വിജയം കൊടുത്തത്. അല്ലാഹ് പറഞ്ഞെന്താ? ഞാൻ ഉദ്ദേശിക്കുന്നവരെ ഞാൻ സഹായിക്കും, ഞാൻ തന്ന വാഗ്ദാനം ഒരിക്കലും ഞാൻ തെറ്റിക്കുകയില്ല എന്നും അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുകയാണ്. ഒരിക്കൽ മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മഹാനായ മുആദ് ബിൻ ജബലിനെ യമനിലേക്ക് ഗവർണറായി എത്രയോ വട്ടം നമ്മൾ പറഞ്ഞതാ നിയോഗിച്ച സമയത്ത് അദ്ദേഹത്തോട് റസൂലുള്ളാഹി കൊടുത്ത ഉപദേശങ്ങളിൽപ്പെട്ട ഒന്നായിരുന്നു ഇത്തഖി ദഅവത്തുൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനയെ മുആദേ നീ സൂക്ഷിക്കണം, ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനയെ നീ സൂക്ഷിക്കണം. കാരണം ഫഇന്നഹു ലൈസ ബൈനഹ വബൈനല്ലാഹി ഹിജാബ്, ആ ആക്രമിക്കപ്പെട്ടവന്റെയും അള്ളാഹുവിൻ്റെയും ഇടയിൽ എന്തില്ല? മറയില്ല. പ്രാർത്ഥനക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന വിഭാഗമാണവർ ആക്രമിക്കപ്പെട്ടവർ. ഇതെന്തിനാ പറഞ്ഞത്? എന്തിനാ ഇപ്പൊ കേൾപ്പിച്ച നമ്മള് അല്ലേ? മുസ്ലിമീങ്ങൾ മക്കത്ത് പല രൂപത്തിൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ശാരീരികമായിട്ട് ആക്രമിക്കപ്പെട്ടു, എല്ലാ നിലക്കും മാനസികമായി ആക്രമിക്കപ്പെട്ടു. മാനസികമായി ആക്രമിക്കപ്പെടലായിരുന്നു ഏത്? പേർഷ്യക്കാരുടെ വിജയം പറഞ്ഞിട്ട് മുസ്ലിമീങ്ങൾ ആക്രമിക്കൽ. ശാരീരികമായിട്ടല്ലത്, ശാരീരികമായിട്ടുള്ള വേദനയെക്കാളും കടുത്ത വേദന മാനസികമായിട്ടുള്ള വേദനയാണ്. ആ വേദന അനുഭവിക്കുന്നത് ആക്രമിക്കപ്പെട്ടവർ. ആ കൂട്ടത്തിൽ ആരാ? മുസ്ലിമീങ്ങളാ മുശ്രിക്കുകളാ? മുസ്ലിമീങ്ങളാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞ് അവർക്കിടയിൽ എന്തില്ല? മറയില്ല. അതുകൊണ്ട് നമ്മളൊക്കെ പല നിലക്കും ആക്രമിക്കപ്പെടുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് എങ്കിൽ, അതിന് കാരണക്കാരാണ് എങ്കിൽ വിശ്വാസികളെ നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കേണ്ടതുണ്ട്. മുഹമ്മദ് ബിൻ സീരീൻ കേൾക്കാത്തവർ ആരും ഉണ്ടാകില്ല. ഇസ്ലാമിക ലോകം കണ്ട് അറിയപ്പെട്ട സലഫാണ്. ശ്രദ്ധിക്കണേ, ഞാനത് അവസാനിപ്പിക്കുകയാണ്. അദ്ദേഹം ഒരിക്കൽ കാബയിലെ മത്താഫിൽ ഇങ്ങനെ തവാഫ് ചെയ്യുമ്പോൾ ഒരു വ്യക്തി അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിക്കുകയാണ്. നമ്മൾ എന്തിനാ പറയണറിയോ? ആക്രമിക്കപ്പെട്ടവൻ അള്ളാഹു എന്ത് ചെയ്യും? അവൻ്റെ പ്രാർത്ഥന സ്വീകരിച്ച് ആരാണോ അയാൾ ആക്രമിച്ചത്, അക്രമി ആരാണോ, അള്ളാഹു ചിലപ്പോൾ ദുനിയാവ് തന്നെ കൊടുക്കും. അതിന് ഉദാഹരണം പറയണേ, മുഹമ്മദ് ബിൻ സീരീൻ കാബ തവാഫ് ചെയ്യുമ്പോൾ കുറേ ആളുകളുണ്ട്. കൂട്ടത്തിൽ ഒരാളെ ശ്രദ്ധിച്ചു. അയാളെ സ്വഭാവം എന്താണെന്നറിയോ? അയാൾ ആകാശത്തേക്ക് കണ്ണ് നട്ടിട്ട്
റബ്ബിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എന്താ പ്രാർത്ഥിക്കണമെന്നറിയോ? അല്ലാഹുവേ നീ എനിക്ക് പുറത്തു തരണേ, അല്ലാഹുവേ നീ എനിക്ക് പുറത്തു തരണേ എന്നിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് കൂട്ടത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇതിപ്പോ അല്ലാ നീ എന്നോട് പൊറുക്കണേ എന്ന് പറഞ്ഞാൽ അത് വിശ്വാസികളൊക്കെ നടത്തുന്ന പ്രാർത്ഥനയാണ്. പക്ഷെ കൂട്ടത്തിൽ അയാൾ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. അതെന്താ? നീ എനിക്ക് പുറത്തു തരില്ല എന്ന് എനിക്കറിയാം. ഇതാണ് മുഹമ്മദ് ബിൻ സീരീൻ കാണുന്നത്. നീ എനിക്ക് പുറത്തു തരണേ എന്ന് പറയുന്നു, നീ എനിക്ക് പുറത്തു തരില്ല എന്ന് എനിക്കറിയാമെന്നും പറയുന്നു. ആ സമയത്ത് മുഹമ്മദ് ബിൻ സീരീൻ ആളുകളെ വകഞ്ഞു മാറ്റി ആളടുക്കലേക്ക് ചെന്നിട്ട് അയാളോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? പുറത്തു തരൂല എന്ന് എനിക്കറിയാമെന്ന് എന്തിനാ പറയണേ? പിന്നെ എന്തിനാ നിങ്ങൾ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നത് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഞാൻ ചെയ്ത കുറ്റം അത് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങളും പറയും ഒരിക്കലും റബ്ബ് നിങ്ങളോട് പൊറുക്കൂല, ഒരിക്കലും റബ്ബ് നിങ്ങളോട് പൊറുക്കൂല. അപ്പൊ ഞാൻ പ്രാർത്ഥിക്കുന്നത് ശരിയാണ് നിങ്ങളും പറയും എന്ന് പറഞ്ഞു. കാരണം അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ് മുഹമ്മദ് ബിൻ സീരീനോട്, ഇസ്ലാമിക ചരിത്രത്തിലെ 3ാമത്തെ ഖലീഫയാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. റമദാൻ ക്ലാസ്സിൽ അദ്ദേഹത്തിൻ്റെ വിശദമായ ചരിത്രം പറഞ്ഞ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്, നിങ്ങൾ കേൾക്കണം. ആ ക്ലാസ്സിൻ്റെ നോമ്പിൻ്റെ ഒക്കെ തിരക്ക് ചിലപ്പോൾ ചില ആൾക്കാർക്ക് അത് ശരിക്കും കയറിയിട്ടുണ്ടാവില്ല തലയിൽ. നമ്മൾ വിശാലമായിട്ട് നമ്മളെ മീഡിയ ഫോക്കസ് ചാനലിലുണ്ട്, ആദ്യത്തിൽ തന്നെ വന്ന് കിടക്കുന്നുണ്ട് ലൈവിൽ. ഞാൻ വേറൊന്നിനും പറഞ്ഞല്ല, നമുക്കതിൽ കുറേ പഠിക്കാനുണ്ട് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ. എനിക്ക് തോന്നുന്നു നമ്മൾ 2 പാർട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു സ്മരണ ചരിത്രം, അല്ലേ? 2 പാർട്ടാണ്, 2 മണിക്കൂർ. ഞാൻ പറഞ്ഞ മറ്റൊന്നുമല്ല, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന് വലിയ പങ്കുണ്ട്. ആർക്ക്? മുഹമ്മദ് ബിൻ സീരീനോട് സംസാരിക്കുന്ന വ്യക്തി ഉണ്ടല്ലോ, അല്ലാ നീ എനിക്ക് പുറത്തു തരൂല എന്ന് എനിക്കറിയാം എന്ന് പറയുന്ന ആൾക്ക് നല്ല പങ്കുണ്ട്. ആ വിഷയം പറയാണ് അദ്ദേഹം പറയാണ്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഛിന്ന ഭിന്നമായി കൊല്ലപ്പെട്ട് കിടക്കുക. അദ്ദേഹം കൊല്ലപ്പെട്ടത് എങ്ങനെയാ നമുക്കറിയില്ലേ? അദ്ദേഹത്തിൻ്റെ തല വേറിയുന്നു, ശരീരം വേറിയിരുന്നു. ആ രൂപത്തിലാണ് അദ്ദേഹത്തെ കൊന്നുകളയാണ്, ചിത്രവധം ചെയ്തിട്ടുണ്ടായിരുന്നു. മരിച്ചു കഴിഞ്ഞിട്ടും ശരീരത്തെ വികൃതമാക്കുന്നതിനാണ് ചിത്രവധം എന്ന് പറയാം. എത്ര കടുത്ത ഹൃദയത്തിനുടമകളാണെങ്കിലും ആ കിടപ്പ് കണ്ടാൽ, ഒന്ന് മനസ്സരിയിലെ രക്തം കണ്ടാൽ തലമേത്തുനിന്ന് പോയാൽ. പക്ഷെ ഇയാൾ പറയുകയാണ്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു മരണപ്പെട്ട് തല വേറിട്ട് കിടക്കുമ്പോൾ ആ വേറിട്ട് കിടക്കുന്ന തല മുഖത്തേക്ക് നോക്കി ആഞ്ഞടിച്ച ആളാണ് ഞാൻ. സുബ്ഹാനല്ലാഹ്. ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ വേറിട്ട് പോയ തല, രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന തല, അതിൽ ആ മുഖത്ത് പോയി അടിച്ച ആളാണ് ഞാൻ. നിങ്ങൾ പറയൂ, മുഹമ്മദ് ബിൻ സീരീൻ എനിക്ക് റബ്ബ് പുറത്തു തരുമോ? അതുകൊണ്ടാണ് റബ്ബെ എനിക്ക് പുറത്തു തരണേ എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഞാൻ എന്ത് പറയണത്? നീ എനിക്ക് പുറത്തു തരില്ല എന്ന് എനിക്കറിയാം, അല്ലേ? നോക്കൂ നിങ്ങൾ, ജനാസ നിസ്കരിക്കാനാണെന്ന് പറഞ്ഞിട്ടുള്ള വ്യാജേനയാണത്രേ അദ്ദേഹം കയറിയിട്ട് അദ്ദേഹത്തെ ഉസ്മാൻ തല്ലുന്നത്. അദ്ദേഹം പറയാണ്, മുഹമ്മദ് ബിൻ സീരീൻ എൻ്റെ ഈ വലത് കൈ കൊണ്ടാണ് ഞാൻ തല്ലിയത്. നോക്കൂ, ഈ കൈ അന്ന് മുതൽ ഉസ്മാൻ എന്ന് പറയുന്ന മഹാനവറുകളെ തല്ലിയത് മുതൽ എൻ്റെ ഈ കൈ ഒരു മരക്കൊള്ളി പോലെ, ഒരു മരക്കഷ്ണം പോലെ ഉറച്ചുപോയി. ഒരിക്കലും ഈ കൈ പിന്നീട് അനങ്ങിയിട്ടില്ല. അള്ളാഹു എനിക്ക് തന്നൊരു അദാബായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് മുഹമ്മദ് ബിൻ സീരീനോട് പറഞ്ഞതായിട്ട് കാണാൻ പറ്റും. കാരണം ഉസ്മാൻ റളിയല്ലാഹു അൻഹു അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ച സ്വർഗാവകാശിയാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നാവ് കൊണ്ട് പലവട്ടം, ഒരു വട്ടമല്ല പലവട്ടം സ്വർഗത്തിലാണ് എന്ന് നേരിട്ട് കേൾക്കാൻ ഭാഗ്യം സിദ്ധിച്ച മഹാനായ മനുഷ്യനാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ആ മനുഷ്യനെ അനീതിക്കരയാക്കി കൊന്നുകളഞ്ഞിട്ടും ദേഷ്യം തീരാത്ത ഇജാതി ടീമിൽപ്പെട്ട ഒരാൾ പറയാണ്, എൻ്റെ കൈ പിന്നീട് മരവിച്ചു പോയി, പക്ഷേ എനിക്കിപ്പോൾ പാശ്ചാത്താപ മനസ്സുണ്ട്, എനിക്ക് തിരിഞ്ഞു നടക്കണമെന്നുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പോലെയുള്ള മഹാമനുഷ്യരെ അള്ളാഹ് സഹായിക്കുമെന്നുള്ളത് തെളിവാണ് എൻ്റെ കൈ മരവിച്ചു പോയത് എന്ന്. അപ്പം അള്ളാഹിൻ്റെ സഹായം നമ്മൾ വിചാരിക്കാത്ത രൂപത്തിലാണ് വരിക. അതുകൊണ്ടാണ് അള്ളാഹുവിന് അൻ നസീർ എന്നുള്ള പേര് വരാൻ കാരണമെന്ന് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ.
മാത്രമല്ല ഇസ്ലാമിക ചരിത്രം വായിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ സഹായം പ്രത്യേകം ലഭിച്ച ചില ആളുകളെ കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ സഹായം പ്രത്യേകം ലഭിക്കുന്ന ചിലർ, അതിൽ നമുക്ക് പെടാൻ പറ്റണം. അതുകൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. വിശുദ്ധ ഖുർആനിലെ 40-ാമത്തെ സൂറത്താണ് സൂറത്തുൽ മുഅ്മിൻ. അതിന് വേറൊരു പേര് കൂടിയുണ്ട്. എന്താണ്? സൂറത്തുൽ ഫുസ്സിലത്തോ ഫുർഖാൻ, ഫുസ്സിലത്ത് ഫുർഖാൻ, പിന്നെ ഗാഫിർ അലി, ഇനിയുണ്ടോ? പിന്നെ ഇനിയുണ്ടോ? ഇതിൽ ശരിക്കും ഏതാ ഉത്തരം? സൂറത്തുൽ ഗാഫിർ. എന്താണ്? സൂറത്തുൽ ഗാഫിർ. ആ അധ്യായത്തിന് മറ്റൊരു പേരാണ് സൂറത്തുൽ മുഅ്മിൻ. ഖുർആനിലെ മുഅ്മിനൂൻ എന്ന സൂറത്ത് കൂടിയുണ്ട് അല്ലേ? മുഅ്മിനൂൻ 23-ാം അധ്യായം. ഇത് 40-ാമത്തെ സൂറത്താണ്. ആ 40-ാം അധ്യായത്തിൻ്റെ 51-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, ഇന്നാ ലനൻസുറു റുസുലനാ. കണ്ടോ? അള്ളാഹ് സഹായിക്കുന്നൊരു വിഭാഗം ആളുകളാണ് ആരെ? അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെ അള്ളാഹ് പ്രത്യേകം സഹായിക്കും. ആ പ്രവാചകന്മാരെ മാത്രമല്ല, വല്ലദീന ആമനു ഫിൽ ഹയാത്തി ദുനിയ വയൗമ യഖൂമുൽ അശ്ഹാദ്. അദ്ദേഹത്തിൽ വിശ്വസിച്ച ആളുകളെയും പ്രവാചകന്മാരിൽ വിശ്വസിച്ച ആളുകളെയും അള്ളാഹ് ദുനിയാവെന്നും സഹായിക്കും. ഫിൽ ഹയാത്തി ദുനിയ എന്ന് പറഞ്ഞാൽ എന്താ? ദുനിയാവെന്നും സഹായിക്കും. അതുപോലെ തന്നെ വയൗമ യഖൂമുൽ അശ്ഹാദ്, സാക്ഷിത്വ നിർണയം നടത്തുന്ന പരലോകത്തിലും അവരെ നാം സഹായിക്കും. രണ്ട് ലോകത്തും സഹായിക്കും. ആരെ? പ്രവാചകന്മാരെയും പ്രവാചകന്മാരിൽ വിശ്വസിച്ചവരെയും. നമ്മുടെ പ്രവാചകനിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. അള്ളാഹുവിൻ്റെ സഹായം നമുക്കും വേണം. അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. ഇത് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർക്ക് അള്ളാഹു കൊടുക്കുന്നൊരു സഹായമാണ് അല്ലേ? അള്ളാഹുവിൻ്റെ സഹായം രണ്ട് രൂപത്തിലാണ്. എല്ലാ സൃഷ്ടികളെയും അള്ളാഹ് സഹായിക്കും. ഭക്ഷണം കൊടുത്ത് സഹായിക്കും, വെള്ളം നൽകി സഹായിക്കും, അനുഗ്രഹങ്ങൾ നൽകി സഹായിക്കും. മഴ പെയ്താൽ കാഫിറിൻ്റെ പേർപ്പുറത്ത് മഴ പെയ്യും. അന്നം കൊടുക്കുന്നത് അള്ളാഹ് എല്ലാ ജീവജാലങ്ങളും കൊടുക്കും, മനുഷ്യർക്കും കൊടുക്കും, കാഫിറുകൾക്കും കൊടുക്കും. പക്ഷെ അള്ളാഹുവിൻ്റെ പ്രത്യേക സഹായം കിട്ടുന്ന ചില വിഭാഗങ്ങളുണ്ട്. അതിൽപ്പെട്ടൊരു വിഭാഗമാണ് പ്രവാചകന്മാരിൽ കൃത്യമായി വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങൾ. അള്ളാഹു അവരെല്ലാം ചേർക്കുമാറാകട്ടെ. ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി രണ്ടാളെ കൊണ്ടുവരികയാണ്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം, ഹാറൂൻ നബി അലൈഹിസ്സലാം. അവർ രണ്ടുപേരോടും അള്ളാഹ് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഫിറൗൻ്റെ കൊട്ടാരത്തിലേക്ക് പോയപ്പോൾ അല്ലേ, മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിരിക്കണമെന്ന് എനിക്ക് തോന്നണേ. നമ്മളൊക്കെ ഇപ്പോൾ പല പരിപാടിയുടെ ഭാഗമായിട്ട് സ്ക്വാഡ് വർക്കിന് പോകണമല്ലേ. ചില ആൾക്കാരെ വീട് കാണുമ്പോൾ നമ്മൾ എന്താ പറയുക, അത് മൂത്ത ടീമാണ്, അങ്ങോട്ട് പോകണ്ടെന്ന് പറയും. മൂത്ത ടീമിൻ്റെ വീട്ടിലേക്കാണ് ആദ്യം പോകേണ്ടത് ശരിക്കും അല്ലേ? കാരണം മൂത്ത ടീമിൻ്റെ വീട്ടിലേക്കാണ് അള്ളാഹ് ആരെ വിടുന്നത്? മൂസാ നബിയെയും ഹാറൂൻ നബിയെയും വിടുന്നത്. മാത്രമല്ല ചില ആൾക്കാർ പറയും, അത് എൻ്റെ മൂത്താപ്പാൻ്റെ വീടാണ്, ഞാനിവിടെ സൈഡാണ്, നിങ്ങൾ പോയി വരും എവിടെക്ക. എന്നാലേ മൂസാ നബിക്ക് ഫിറൗവിനോട് മറ്റൊരു ബന്ധമുണ്ട്. ഫിറൗവിൻ്റെ മടിയിലിരുന്ന് വളർന്ന ആളാണ് ആര്? ആ മൂസാ നബിക്ക് നമ്മളെ കാരണം പറയായിരുന്നു, ഞാൻ അങ്ങോട്ടില്ല ഹാറു, ഇയ്യ് പോ, ഈ അതെല്ലാം വളർന്നിട്ടില്ലല്ലോ, അവിടെ ഇയ്യ് പോയി പറഞ്ഞു വാ, ഞാൻ കൊട്ടാരത്തിൻ്റെ പുറത്ത് ഗേറ്റിൻ്റെ പുറത്ത് വെയിറ്റ് ചെയ്യാം എന്നാ പറഞ്ഞത്. അല്ല, പോകാൻ പറഞ്ഞു. ഓക്കെ, റെഡിയാണ്. അങ്ങനെ സ്വാഭാവികമല്ലേ, നാട്ടിലെ വലിയ എന്താ പറയുക ധിക്കാരിയാണ്, അത്രത്തോളം നിഷ്ഠൂരനാണ്, എന്തും ചെയ്യും. കാരണം എല്ലാ അധികാരങ്ങളും അവൻ്റെ കയ്യിലാണ്. അപ്പം ചെറിയ മാനസികമായിട്ടൊരു ഉൾഭയം. ആ സമയത്ത് അള്ളാഹ് അതറിഞ്ഞു. അപ്പം അള്ളാഹ് പറഞ്ഞ മറുപടി എന്താ? ഖാല ലാ തഖാഫാ, നിങ്ങൾ രണ്ടാളും എന്ത് ചെയ്യണ്ട, പേടിക്കണ്ട. ഇന്നനി മഅകുമാ, നിങ്ങൾ രണ്ടുപേരുടെയും കൂടെ ആരുണ്ട്? അപ്പോൾ മൂസാ നബിയും ഹാറൂൻ നബിയും അന്നെടുത്ത പണി തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളും ചെയ്യുകയാണെങ്കിൽ ആരെ സഹായം ഉണ്ടാകും? ഉറപ്പല്ലേ? എന്താ സംശയം? കാരണം അള്ളാഹ് പറഞ്ഞെന്താ? ഇന്നനി മഅകുമാ, നിങ്ങൾ രണ്ടാളെ കൂടെയാണ്ട്. എങ്ങനെയാ ഞാൻ നിങ്ങൾ കൂടെ ഉള്ളത്? അസ്മഉ വ അറ, കേൾക്കുന്നവനായിക്കൊണ്ടും കാണുന്നവനായിക്കൊണ്ടും. അപ്പൊ അള്ളാഹു നമ്മളെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ ഈ ആയത്ത് തെളിവുദ്ധരിക്കേണ്ട കാണാൻ പറ്റും. ഇപ്പൊ നിങ്ങളൊരു ആയത്ത് കേട്ടിട്ടില്ലേ?
വനഹ്നു അഖ്റബു ഇലൈഹി, അല്ലേ? ഇതൊക്കെ കേട്ടിട്ട് ആവേശം കൊണ്ട് ആൾക്കാരെ നമ്മൾ പല വയലെന്നൊക്കെ വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്, നിങ്ങളുടെ ജീവനാഡിയേക്കാൾ ഞാൻ നിങ്ങളുടെ അടുത്തവനാണ്. എങ്ങനെ അടുത്തവൻ? സത്ത കൊണ്ടാണോ? അള്ളാഹുവിൻ്റെ ദാത്ത് കൊണ്ടാണോ? അള്ളാഹു ഇവിടെ ഉണ്ടെന്ന് അതിൻ്റെ അർത്ഥം അല്ല. പിന്നെ എങ്ങനെയാ അള്ളാഹു നമ്മുടെ സമീപത്തുള്ളത്? അതിന് പണ്ഡിതന്മാർ ഉദ്ധരിച്ചത് ഈ ആയത്താ തെളിവ് ഉദ്ധരിച്ചത്. ഇന്നനീ മഅകുമാ, നിങ്ങളെ കൂടെ ഞാനുണ്ട്. എങ്ങനെ? അസ്മഉ വ അറ, സമഉ കൊണ്ടും ബസറു കൊണ്ടും ഞാൻ നിങ്ങളെ കാണുന്നു, കേൾക്കുന്നു. അങ്ങനെയാണ് അള്ളാഹു നമ്മൾ അടുത്തുള്ളത്, സത്ത കൊണ്ടല്ല. കേൾക്കുന്നവനായി കാണുന്നവനായി അള്ളാഹു മനുഷ്യരോട് കണ്ട നാടിയേക്കാൾ അടുത്തവനാണ്. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞ എന്താണ്? റബ്ബന ഇന്നന നഖാഫു അൻ യഫ്റുത അലൈന ഔ അയ്യത, അള്ളാഹുവേ അവൻ ഞങ്ങളോട് വല്ല അതിക്രമവും ചെയ്യുമെന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് അള്ളാഹ് പറഞ്ഞ് പേടിക്കണ്ട, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. ഈ സഹായം അള്ളാഹ് ആർക്കേ കൊടുക്കുള്ളൂ? ഇത് ഖാസാണ്, ഇത് പ്രത്യേകമായി അള്ളാഹ് ചില ആൾക്കാർക്ക് കൊടുക്കുന്ന സഹായം. അപ്പോൾ എൻ്റെ ഈ ഓരിമുക്കിൽ, എൻ്റെ ഈ പള്ളിയിൽ കേൾക്കുന്ന എല്ലാ മുസ്ലിമീങ്ങളോടും എന്നോടെന്ന പോലെ ഞാൻ പറയണേ, അള്ളാഹിൻ്റെ മാർഗത്തിൽ നമ്മൾ അല്ലേ ഈ പറയപ്പെട്ട ദൗത്യ നിർവഹണത്തിന് വേണ്ടി, ഇപ്പം നിങ്ങൾ നോക്കുക, ആകാശത്തിൻ്റെ താഴെ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്യൂട്ടിയാണ് ഇത്ര ദഅവത്ത്. നമ്മൾ എത്ര വട്ടം പറഞ്ഞല്ലേ? എന്താ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്? വമൻ അഹ്സനു ഖൗലൻ, ആയത്തോദിൻ, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിം. അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നവരെക്കാൾ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള വേറെ ആരുമില്ല എന്നാ ചുരുക്കി പറഞ്ഞാൽ. വേറെയും ചില കാര്യങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ പറയുന്നുണ്ട്. സഹോദരങ്ങളെ, അത് നമ്മൾ ഏറ്റെടുത്തിട്ട് നമ്മൾ ചെയ്താൽ അള്ളാഹിൻ്റെ സഹായം നമുക്ക് കിട്ടുമെന്ന് നമുക്ക് ഉറപ്പ് വേണം. ഇത് അള്ളാഹ് പറയണത്. അങ്ങനത്തെ പോലെ സഹായിക്കൽ എൻ്റെ ബാധ്യതയാണ്. സഹോദരങ്ങളെ, ബാധ്യതയായിട്ട് അള്ളാഹ് ഏറ്റെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അള്ളാഹ്ക്ക് ഇപ്പം എന്തെങ്കിലും നിർബന്ധിതാവസ്ഥ ഉണ്ടോ ആരെങ്കിലും വിഷയത്തിൽ? ഇപ്പം നമ്മളൊക്കെ കേടെന്ന് വിചാരിക്കുക, അള്ളാഹ്ക്ക് എന്തെങ്കിലും നഷ്ടപ്പെടുമോ? അള്ളാഹിൻ്റെ ഇസ്സത്തുനിന്ന് കുറയോ? അള്ളാഹുവിൻ്റെ സ്ഥാനം ഇടിയോ? ഇല്ല. ഇനി നമ്മളൊക്കെ അങ്ങോട്ട് മുത്തക്കിയായി, നമ്മുടെ നാട്ടിൽ മലപ്പുറം ഭാഷയിൽ പറഞ്ഞാൽ മുസാഫിൻ്റെ നടുക്കിടങ്ങളായി ജീവിച്ചാൽ അള്ളാഹിൻ്റെ പവർ ഉയരുമോ? നമ്മൾ നന്നായി വിചാരിച്ച് നമുക്ക് അള്ളാഹ്ക്ക് യാതൊരു ഗുണം അതുകൊണ്ടില്ല. ആർക്ക് ഗുണമുള്ളൂ? നമ്മക്കാണ് ഗുണം. പക്ഷെ എന്താ ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, എത്രത്തോളം നമ്മൾ റബ്ബിനെ ഭയപ്പെട്ട് ജീവിക്കുന്നോ അത്രത്തോളം റബ്ബിൻ്റെ ഇഷ്ടം നമുക്ക് കിട്ടും. ആ റബ്ബിൻ്റെ ഇഷ്ടത്തിന് പാത്തിഭൂതരായ നമുക്കൊക്കെ സിറാത്ത് കിടന്ന് സ്വർഗത്ത് കിടത്താം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹ് പറയാണ്, അങ്ങനത്തെ ആളുകളെ സഹായിക്കൽ എൻ്റെ ബാധ്യസ്ഥ. രണ്ട് ലോകത്തും ഖുർആനിലെ ആയത്തിൻ്റെ എന്താ? വക്കാന ഹഖൻ അലൈന നസ്റുൽ മുഅ്മിനീൻ, അല്ലേ? നജ്മിസ്സാൻ തന്നെ അല്ലേ? വക്കാന ഹഖൻ അലൈന നസ്റുൽ മുഅ്മിനീൻ. എന്താ അതിൻ്റെ അർത്ഥം? എന്താ അർത്ഥം? വിശ്വാസികളെ സഹായിക്കൽ എൻ്റെ കടമയാണ്. വിശ്വാസികളെ സഹായിക്കൽ എൻ്റെ കടമയായി ഞാൻ ഏറ്റെടുത്ത കാര്യമാണ്. മറ്റൊരു ഭാഗത്ത് അല്ലാഹ് പറഞ്ഞു സൂറത്ത് സ്വാഫാത്തിൽ, വലഖദ് സബഖത് കലിമത്തുനാ ലിഇബാദിനൽ മുർസലീൻ, തീർച്ചയായും മുർസലികളായ അടിയാന്മാർ നമ്മുടെ മുമ്പ് അവരുടെ വിഷയത്തിൽ നമ്മുടെ വാക്ക് മുമ്പേ കടന്നു പോയിട്ടുണ്ട്. അതെന്താണ്? ഇന്നഹും ലഹുമുൽ മൻസൂറൂൻ, അവർ സഹായിക്കപ്പെടുന്നവർ തന്നെയാണ്. അപ്പം മുമ്പേ കടന്നുപോയൊരു വാക്കാണെന്ത്? പ്രവാചകന്മാരും അവരുടെ അനുയായികൾക്കും അള്ളാഹിൻ്റെ സഹായമുണ്ടാകും എന്നുള്ളത് അള്ളാഹുവിൻ്റെ ശക്തമായ ഒരു വാഗ്ദാനമാണ്, മഹത്തായ വാഗ്ദാനം. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ പ്രാർത്ഥിക്കാറുള്ളത് എന്ത്? അന്നഹു കാന യഖൂലു ഇൻദ ലിഖാഇൽ അദു, ശത്രുക്കളെ കണ്ടുമുട്ടിയാൽ റസൂലുള്ളാഹി പ്രാർത്ഥിക്കാറുണ്ട്, അല്ലാഹുമ്മ അൻത അളുദി. കേട്ടിട്ടുണ്ടോ? അല്ലാഹുമ്മ അൻത അളുദി വ അൻത നസീരി ബിക അഹൂലു വ ബിക അസൂലു വ ബിക ഉഖാതിൽ. എന്താ ഈ പറയണത്? അല്ലാഹുവേ നീയാകുന്നു എൻ്റെ ബലം, അതുപോലെ തന്നെ അല്ലാഹുവേ നീയാകുന്നു വ അൻത നസീരി. എന്താ അതിൻ്റെ അർത്ഥം? നീയാകുന്നു എൻ്റെ സഹായി എന്ന് റസൂലുള്ളാഹി പ്രാർത്ഥിക്കാറുണ്ട് എന്നാണ്. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഹുനൈൻ യുദ്ധത്തിൻ്റെ ഒരു വിഷയം കൂടി പറഞ്ഞു നിർത്തുകയാണ്. ചെറിയൊരു സംഭവമാണ്. ഹുനൈൻ യുദ്ധത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഹുനൈൻ യുദ്ധം മക്കം ഫത്തുമായി ബന്ധപ്പെട്ട യുദ്ധമാണ്. മക്കം ഫത്തുമായി ബന്ധപ്പെട്ട യുദ്ധമാണ് ഹുനൈൻ. ഇവിടെ അത് വിശാലമായിട്ട് പറയേണ്ട ഒരു കാര്യമാണ്.
ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തൊരു സംഭവത്തിൽ കാണാൻ പറ്റും. ആ ഹുനൈൻ യുദ്ധത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ശത്രു വിഭാഗത്തിൻ്റെ എണ്ണത്തേക്കാൾ ഇരട്ടി അധികമുണ്ടായിരുന്നു ആര്? മുസ്ലിമീങ്ങൾ. സാധാരണ എന്താ സംഭവിക്കല്? ശത്രുക്കളേക്കാൾ എണ്ണം കുറവായിരിക്കും ആരുണ്ടാവുക? എല്ലാ യുദ്ധങ്ങളിലും, അധിക യുദ്ധങ്ങളിലും അങ്ങനെയാണ്. പക്ഷെ ഹുനൈൻ യുദ്ധം നേരെ തിരിച്ചാണ്. ചരിത്രത്തിൽ കാണാം, ഏതാണ്ട് 10,000 മുസ്ലിമീങ്ങൾ ഉണ്ടായിരുന്നു. 10,000 സഹാബികൾ. അതിൻ്റെ താഴെയായിരുന്നു മക്കക്കാർ. അപ്പൊ സ്വാഭാവികമായും അനുഗ്രഹങ്ങളും സൗകര്യങ്ങളും ആൾബലവും കൂടുമ്പോൾ മാനുഷികമായിട്ടുള്ള ചിന്താഗതി എന്താ? ഇനിയിപ്പോൾ നമ്മളെ തോൽപ്പിക്കാൻ ഓൽക്ക് കഴിയില്ല. ഈ ചിന്ത ആർക്ക് വന്നുത്രേ? ഹുനൈൻ യുദ്ധവേളയിൽ മുസ്ലിമീങ്ങൾക്ക് വന്നു. എന്നാൽ അവരുടെ മക്കാ മുശ്രിക്കുകളേക്കാൾ എണ്ണം കുറഞ്ഞ സമയത്ത് മുസ്ലിങ്ങൾക്ക് എന്താ തോന്നിയത്? അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകും, നമ്മൾ അതിശക്തമായി മുന്നേറിയാൽ നമ്മൾക്ക് വിജയമുണ്ടാകും. ആ ചിന്ത എപ്പോഴും ഉണ്ട്. പക്ഷെ എണ്ണം കൂടിയപ്പോൾക്ക് എന്താ തോന്നിയേ? വലിയ പണിയെടുക്കേണ്ട, ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്താൽ മതി എന്ന് തോന്നി. ആ സമയത്ത് അള്ളാഹു പറഞ്ഞെന്താ? ലഖദ് നസറക്കുമുല്ലാഹു ഫീ മവാത്തിന കസീറ, പല യുദ്ധങ്ങളിലും ഞാൻ നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അല്ലേ? അങ്ങനല്ലേ? ബാക്കി എന്താ? വയൗമ ഹുനൈൻ, ഹുനൈൻ യുദ്ധ ദിവസവും ഞാൻ നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ശത്രുക്കളുടെ ആൾപ്പെരുപ്പം കണ്ടുകൊണ്ട് പലപ്പോഴും നിങ്ങൾ ബേജാറായി നിന്ന സമയത്ത് സംതൃപ്തിയുടെ വിജയം ഞാൻ നിങ്ങൾക്ക് നൽകി. പക്ഷേ നിങ്ങളുടെ എണ്ണപ്പെരുപ്പം കണ്ടുകൊണ്ട് അതുകൊണ്ട് നിങ്ങളിപ്പോൾ സംതൃപ്തി അടയുകയാണോ എന്ന് ചോദിച്ചു. പലരും പല സന്ദർഭങ്ങളിലും ഹുനൈനിൽ തിരിഞ്ഞോടിയ സന്ദർഭമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഹുനൈൻ യുദ്ധത്തിൻ്റെ അവസാന ഭാഗത്ത് കാണാം, മുസ്ലിമീങ്ങൾക്ക് പരാജയം ഉണ്ടായതെന്ന ആദ്യഘട്ടത്തിൽ തിരിഞ്ഞോടി. ഖുർആൻ പറയാൻ പോയി. അപ്പൊ തിരിഞ്ഞോടുന്ന ആളുകളെ വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞെന്താ? അനൻ നബിയു ലാ കദിബ്, ഞാൻ പ്രവാചകനാണ്, കളവ് പറയില്ല. അത്ര വരെ പറയേണ്ടി വന്നു. എപ്പോഴപ്പോ ഒരാൾ ഇങ്ങനൊക്കെ പറയേണ്ടി വരിക? അത്രയൊക്കെ പറയേണ്ടി വന്നു. അന ഇബ്നു അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിന്റെ മകനാണ് ഞാൻ. അല്ലാഹുമ്മ നസ്സിൽ നസ്റക്, അല്ലാഹുവേ നിന്റെ സഹായം ഞങ്ങളിലേക്ക് നീ ഇറക്കി തരണമേ. റസൂലുള്ളാഹിന്റെ പ്രാർത്ഥന. എന്തുണ്ടായി? തൗബ സൂറത്തിന്റെ 26 ചെല്ലുമ്പോൾ കാണാം, തുമ്മ അൻസലല്ലാഹു സകീനതഹു അലാ റസൂലിഹി വഅലൽ മുഅ്മിനീൻ വഅൻസല ജുനൂദൻ ലം തറൗഹാ വഅദ്ദബ അല്ലദീന കഫറൂ വദാലിക ജസാഉൽ കാഫിരീൻ. കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തൊരു സൈന്യത്തെ മേലെ അല്ലാഹു ഇറക്കി കൊടുത്തു. ഹുനൈനിൽ ആരിറങ്ങിയിട്ടുണ്ട്? മലക്കുകൾ ഇറങ്ങി. അല്ലാഹു പറയാണ്, ഹുനൈനിൽ സമാധാനത്തിന്റെ സന്തോഷ വാർത്തയായി അല്ലേ? അല്ലാഹു പറഞ്ഞെന്താ? ലം തറൗഹ, നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത മലക്കുകളെ ഇറക്കിക്കൊണ്ട് ഞാൻ നിങ്ങളെ സഹായിച്ചിട്ടുണ്ട് എന്ന് അള്ളാഹു പറയുകയാണ്. അപ്പൊ ഇങ്ങനെ മുസ്ലിങ്ങളെ സഹായിക്കുന്ന ആളാണ് അള്ളാഹു. ചെറിയൊരു ചിന്താഗതി. അപ്പൊ നിങ്ങൾ നോക്ക്, ഉഹദ് യുദ്ധത്തിൽ എങ്ങനെ മുസ്ലിങ്ങൾ തോറ്റത്? അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതിന് ചെറിയൊരു ധിക്കാരം കാണിച്ചപ്പോഴല്ലേ? അപ്പം നമ്മൾ ആലോചിക്കണം, നമുക്കും സഹായം കിട്ടാൻ തടസ്സമാകും പലപ്പോഴും എന്ത്? റസൂലുള്ളാഹിൻ്റെ സുന്നത്തുകളെ നിരാകരിച്ച് അറിഞ്ഞിട്ടും നമ്മളൊക്കെ അത് ചെയ്യാതെ പോവുകയാണെങ്കിൽ, ഇത് തെറ്റാണെന്ന് അറിഞ്ഞിട്ട് നമ്മളെ കയ്യിൽ ഉറച്ചിക്കുകയാണെങ്കിൽ അള്ളാഹിൻ്റെ സഹായം നമുക്ക് കിട്ടുമോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. അള്ളാഹുവിൻ്റെ റസൂൽ ഇറങ്ങരുതേ എന്ന് പറഞ്ഞിട്ട് കുറച്ചാൾക്കാരെ ഇറങ്ങി പോകുന്നുള്ളൂ, എല്ലാവരും ഇറങ്ങിയിട്ടില്ല. ആ കുറച്ചാൾക്കാരുടെ വിഷയത്തിൽ അള്ളാഹിൻ്റെ സഹായം വേണ്ടിയിരുന്നില്ലേ? പക്ഷെ ചെയ്തത് മുസ്ലിമീങ്ങളായതുകൊണ്ട് അള്ളാഹ് എല്ലാവർക്കും പകരം കൊടുത്തു. എന്താ കൊടുത്തത്? വൻ പരാജയം. അപ്പം അള്ളാഹിൻ്റെ സഹായം കിട്ടണമെങ്കിലേ തൗഹീദ് മാത്രം പോരാ, മറ്റ് രംഗങ്ങളിലും ഒരു സൂക്ഷ്മത വേണം. അതാണ് അള്ളാഹ് പറഞ്ഞത്, നിഅമൽ മൗല വ നിഅമൻ നസീർ, അള്ളാഹു മതി നിങ്ങൾക്ക് സഹായിയായിട്ട്. അതുകൊണ്ട് ഈ റബ്ബുള്ളിടത്തോളം കാലം എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരിക്കലും നമ്മൾക്ക് സങ്കടപ്പെടേണ്ടി വരില്ല. റബ്ബിനോട് ഏറ്റു പറയുക, എല്ലാം റബ്ബിനോട് പറയാ. പക്ഷെ ഇന്ന് മുസ്ലിമീങ്ങൾ എന്താ ചെയ്യണത്? ഷെയ്ഖ് ജീലാനിയെ സഹായിയായി വിളിക്കുന്നു. യാ സയ്യിദി സനദി ഔസി വയാ മദദീന, ഞങ്ങളുടെ അവലംബമേ, ഞങ്ങളെ സഹായിയെ, നിങ്ങൾ ഞങ്ങളെ കാക്കണേ എന്നാണ് അല്ലേ? മാത്രമല്ല ഷറഫല മൗലീദിൽ കാണാം, അബ്ദുക്കൽ മിസ്കീനു യർജു ഫളലക്കൽ ജമ്മൽ ഗഫീർ,
വലിയ സൈന്യത്തിൻ്റെ മേൽ ഞങ്ങളെ സഹായിക്കണേ ശൈഖ് അവറുകളെ എന്നാണ്. അള്ളാഹിൻ്റെ റസൂൽ വിളിച്ചതാരെയാ? അള്ളാഹുവിനെയാണ്. ഇതൊക്കെ ഈ ഉമ്മത്തിന് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യം. ബദറിൽ, ഉഹദിൽ, അതുപോലെ പല അവസരം പറഞ്ഞ ഹുനൈനിൽ ഒക്കെ റബ്ബിനോട് തേടി കാണിച്ചു തന്നു. ഇൻഷാ അല്ലാഹ് ഈ റബ്ബ് നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോൾ യാതൊരു ബേജാറും നമുക്ക് വേണ്ട. പക്ഷെ ഒരു കാര്യം, കയ്യിൽ നല്ല വിലപിടിപ്പുള്ള നല്ല ലക്ഷറി വണ്ടി ഉണ്ടായിട്ടും കാര്യമില്ല. ഓടിക്കുന്ന ആൾ ഓടിക്കാൻ അറിയുന്നവനാകണം, അർഹനാകണം. ഇപ്പം നമുക്ക് സഹായിയായ റബ്ബുണ്ടെന്ന് പറഞ്ഞാൽ പോരാ, നമ്മളതിന് അവകാശിയാകണം. അതിന് എന്തെല്ലാം ശ്രദ്ധിക്കേണ്ടതുണ്ടോ അതൊക്കെയാണ് നമ്മൾ ഹുതുബകളിലായും ക്ലാസ്സുകളിലായും ഖുർആൻ ക്ലാസ്സുകളിലായും ഇത്തര വിജ്ഞാന വേദികളിലായിട്ടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം. എന്തൊക്കെ നമുക്ക് നന്മ ചെയ്തെടുക്കാൻ പറ്റും അതൊക്കെ നമ്മൾ ചെയ്യാം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ നന്മകളുണ്ട്. അതിന് നമ്മൾ ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. അതിലാരെ കുത്തുവാക്കും? സഹോദരങ്ങളെ, ഒരു ചെറിയ പരിഹാസം വരെ ഏൽക്കാൻ നമുക്കൊന്നും മനസ്സില്ലെങ്കിൽ നമ്മൾ എങ്ങനെ അള്ളാഹിനെ സഹായിച്ച അർഹരാവുക? ആലോചിക്കും. ചില ആൾക്കാർക്ക് എന്താ, ഞാനിപ്പോൾ എൻ്റെ താടി ഇങ്ങോട്ട് നീട്ടിയാൽ എൻ്റെ പെണ്ണുങ്ങൾ എന്താ പറയാം? ആ പെണ്ണുങ്ങളെ പറച്ചിൽ പോലെ സഹിക്കാൻ വയ്യ. എന്നിട്ട് ഓല ഉഹദിൻ്റെ ചരിത്രം പറയണത്, ഓലാണ് ഹുനൈനിൻ്റെ ചരിത്രം പറയണത്. ഞാനിപ്പോൾ എൻ്റെ പേൻ്റെ നെരിയാടിൻ്റെ മേലെ അങ്ങോട്ട് മുറിച്ചിട്ട് ഒരു യഥാർത്ഥ ഒരു പുരുഷൻ്റെ ഡ്രസ് കോഡാണ് ആക്കിയാലേ നാട്ടുകാർ എന്ത് പറയും? ഒന്നും പറയണമെന്നുണ്ടാവില്ല. എന്നാലും വെറുതെ ചിന്തിക്കുക. എന്നിട്ട് അതും ഭയന്നിട്ട് ആ സുന്നത്തുനിന്ന് മാറിക്കുക. എന്നോട് ഒരാൾ പറഞ്ഞാൽ എന്താ അറിയോ? ഈ പള്ളിയിലത്തെ ഒരാളാണ്. ആരാ നിന്നോട് ചോദിക്കരുത്, ക്ലാസ് കേട്ടും ചോദിക്കരുത്. ഞാൻ പറയില്ല, അത് ഏഷണയാവും. പേര് പറഞ്ഞാലല്ലേ ഏഷണയാവുള്ളൂ. അതുകൊണ്ട് പേര് പറയില്ല. ഉസ്താദേ, നിങ്ങളെ ക്ലാസ് കേട്ടിട്ട് നല്ലോണം ഈമാനിയായിട്ട് ജീവിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷെ ഓവറാകണ്ട, ആ നല്ലത്. എന്നും കാണുന്ന ഒരാളാണ്, എന്നും കാണുന്ന ഒരാളാണ്. ഞാൻ നോട്ടം കൊണ്ട് പോലും ഒരു ഇഷാർ തരില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കണം? എനിക്ക് മനസ്സിലാവണില്ല. സഹോദര, ഒരു അറ്റാക്ക് വന്ന വീണു, പിന്നെ മയ്യത്തായി. നിങ്ങൾ കണ്ടില്ലേ? ഇപ്പം ഇന്ന് നമ്മുടെ ഗ്രൂപ്പിലൊരു മരണ വാർത്തല്ലേ, അയാൾ കൂടിയിരിക്കണ അന്ന് അവിടെ മരിച്ചു. കൊയിലാണ്ടിക്കാരൻ, 44 വയസ്സ്, ഹൗസ് വാമിങ്ങ, അൽ ബദർ വീടിൻ്റെ പേര്. അയാൾ ആ വീടിൻ്റെ മുമ്പിൽ ഇങ്ങനെ അന്ന് തലേ ദിവസത്തെ ഫംഗ്ഷനിൽ ഇങ്ങനെ നിൽക്കുക. ആ ഫംഗ്ഷനൊക്കെ നിർത്തി വെച്ചു, മയ്യത്തണ് കടത്തി. അത്രയും കൊല്ലത്തെ വലിയ സ്വപ്നങ്ങളായിരിക്കും അതല്ലേ എന്തുണ്ടായത്? അത്രേ ഉള്ളൂ. നമ്മളൊന്നുമല്ല. അതുകൊണ്ട് ഓവറാകണ്ടെന്ന് പറയണത്. ദുനിയാവിൻ്റെ വിഷയത്തിൽ നമ്മൾ മിയാ ഫിൽമിയാണല്ലോ പലരും. മിയാ ഫിൽമിയാറ് മനസ്സിലായോ? ആ അല്ലേ? കുറച്ച് കൂടിയോ? അപ്പോൾ ഞാൻ പറയണത് എന്താ വെച്ചാൽ, പരലോകത്തിൻ്റെ വിഷയത്തിൽ സത്യം ഞാൻ പറയണം. വല്ലാഹി പല ആൾക്കാർക്ക് ഇപ്പോഴും കിട്ട് മനസ്സുകൾ കയറിയിട്ടില്ല. അതുകൊണ്ട് കയറുമ്പോഴാണ് സഹോദരങ്ങളെ പല മാറ്റങ്ങളും നാട്ടിലുണ്ടാവുക. അതിനെന്ത് വേണം? അങ്ങനെയൊക്കെ ആകുമ്പോൾ എന്നിട്ട് റബ്ബിലേക്ക് കൈകൾ ഉയർത്തിയ കാര്യങ്ങൾ അള്ളാഹിൻ്റെ സഹായം മാനമിറങ്ങി വരും. അത് നമ്മൾ അർഹരാണ് എന്ന് നമ്മൾ ഓരോരുത്തരും ഉറപ്പിക്കുക. ഞാനും ഉറപ്പിക്കുക, നിങ്ങളും ഉറപ്പിക്കുക. നമ്മളാരും പരസ്പരം അങ്ങോട്ട് ജഡ്ജ്മെൻ്റ് നടത്തണ്ട. നമ്മൾ സ്വയം നന്നാണ്. മറ്റുള്ളവരെ നമ്മൾ നന്നാക്കണം വേണ്ടെന്നല്ല പറയണം. അത് പരമാവധി നമ്മളടുത്തുള്ളതോടൊപ്പം തന്നെ മറ്റുള്ളവർ ഉപദേശിക്കുകയും ചെയ്യാം കേട്ടോ. ഇപ്പോൾ ചില ആൾക്കാർക്കൊക്കെ അറിയാം പല നന്മകളും അത് ചെയ്താലാണ്, അതാണ് ഏറ്റവും ബെറ്റർ എന്നൊക്കെ അറിയാം. എന്നാലും പലരും ആർക്കൊക്കെയോ വേണ്ടി അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നൊരവസ്ഥ ഒന്നുണ്ട്. അതുകൊണ്ട് ഒരു പൂർണ്ണമായി മറുമൊലി പറഞ്ഞ പോലെ മുസ്ലിമായിട്ടാണ് ജീവിക്കൂല, കാഫറാണെന്ന് സമ്മതിക്കൂല എന്ന് പറയുന്ന കുറെ ടീമുകളുണ്ട്. മറുമൊലി പറയുന്നത് മുസ്ലിമാണെന്ന് മുസ്ലിമായിട്ട് ജീവിക്കൂല, എന്നാൽ കാഫറാണെന്നാണ് സമ്മതിക്കൂല അല്ലേ? ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, പൂർണ്ണമായിട്ടൊരു ഇസ്ലാമിലേക്കുള്ള പ്രവേശനം അത് നമ്മളിൽ ഉണ്ടാകട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. സഹോദരങ്ങളെ, മുകളിലുള്ള റബ്ബ് കനിയാതെ മനസ്സ് മാറൂല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇപ്പം അത് കേട്ടപ്പോൾ ചിലർക്ക് സമാധാനമായിട്ടുണ്ടാവും. എൻ്റെ മനസ്സ് റബ്ബ് മാറ്റില്ല ഉസ്താദേ. എൻ്റെ മനസ്സ് റബ്ബ് മാറ്റണില്ല ഉസ്താദേ. അങ്ങനെ ചിന്തിക്കണ്ട. മനസ്സ് റബ്ബ് മാറ്റണമെങ്കിൽ എന്ത് വേണം? ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. നമ്മൾ സ്വയം തയ്യാറാകണം. എനിക്ക് മാറണമെന്ന് സ്വയം തയ്യാറായാൽ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ജീവിക്കുന്നതിനേക്കാൾ അധികം മനസ്സമാധാനമുള്ള ജീവിതം അള്ളാഹ് തരും. അത് അള്ളാഹിൻ്റെ വാഗ്ദാനം. അള്ളാഹിൻ്റെ വാഗ്ദാനം അള്ളാഹ് തെറ്റിക്കൂല. നമ്മൾ എത്ര ഒട്ടപ്പോൾ പറഞ്ഞത്, ലാ യുഖ്ലിഫുൽ മിയാദ്, അള്ളാഹ് തെറ്റിക്കൂല. അതുകൊണ്ട് പൂർണ്ണമായി ഇസ്ലാമിനെ ആസ്വദിക്കാൻ, അതിൻ്റെ മാധുര്യം നുണയാൻ
സന്തോഷകരമായി റബ്ബിലേക്ക് മടങ്ങാൻ, ഖബറിൽ സന്തോഷത്തോടെ കിടക്കാൻ, ഉയർത്തിയെഴുന്നേൽപ്പിൻ്റെ ദിനത്തിൽ വിചാരണ കോടതിയും കടന്ന് സിറാത്തും കടന്ന് സ്വർഗത്തിലെത്താൻ നമ്മുടെ യാത്ര അവിടെ അവസാനിക്കുന്നു. കുറേ സുദീർഘമായ യാത്ര നമുക്ക് പോകാണ്ട്, ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ കഴിയാത്ത കുറേ ഇടങ്ങൾ നമ്മൾക്ക് ഫേസ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ആ ലോകത്തിന് വേണ്ടി നമുക്കൊക്കെ അറിയാലോ അല്ലേ, എത്ര ആളുകളാണെന്നറിയോ, നമ്മൾ പെട്ടെന്നാണ് തീരുമാനമായിക്കൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, നമ്മളൊന്നുമല്ല എന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഓരോ മരണങ്ങളും. ഇവിടെ ആലോചിച്ച് നോക്കി, 19 വയസ്സുകാരിയായ വയനാട് ജില്ലയിലെ കമ്പളക്കാട് സ്വദേശിനിയായ ഒരു വിദ്യാർത്ഥിനി, ഒന്നുമില്ല, പാല് വാങ്ങാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് റോട്ടിൽ ഇറങ്ങിയത്. ഇടക്കിടക്ക് ഇറങ്ങി വരുന്ന കുട്ടിയല്ല, പക്ഷേ ഒരു ജീപ്പ് രൂപത്തിലാണ് മരണം വരുന്നതെന്ന് ആ കുട്ടി അറിഞ്ഞില്ല. ആ കുട്ടിയെ വാരിയിട്ടാണ് കൊണ്ടുപോയത്. ആ രൂപത്തിൽ ശരീരം ചതഞ്ഞു പോയി മരണപ്പെട്ടു. എന്താ പ്രായം? ഇപ്പം ഞാനിപ്പോൾ ഇന്നിങ്ങനെ നമ്മളെ പള്ളിയിൽ നിന്ന് സുന്നത്ത് നിസ്കരിക്കുന്ന സമയത്ത് ആലോചിക്കുന്നു, എന്ത് അല്ലേ, നമ്മളിപ്പോൾ എന്നും ഇടപെടുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. നമ്മളെ റൂം, നമ്മളെ വീട്, നമ്മളെ വഴി, നമ്മളെന്നും പോണ വണ്ടി. സഹോദരങ്ങളെ, ഇതൊക്കെ മരണത്തിൻ്റെ കാരണമാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. സത്യത്തിൽ നമ്മുടെ ജീവിതം തന്നെ മരണത്തോട് ഫൈറ്റ് ചെയ്യാൻ. എന്തിനാ ഭക്ഷണം കഴിക്കണത് അല്ലേ, ആരോഗ്യം നന്നാക്കാൻ? എന്തിനാ രാവിലെ എണീറ്റ് നടക്കണത്? എന്തിനാ ജിമ്മിൽ പോണത്? എന്തിനാ വെള്ളം കുടിക്കണത്? എന്തിനാ നമ്മൾ ഉറങ്ങണത്? ഇതൊക്കെ നമുക്ക് വലിയ പരിക്ക് പറ്റാതിരിക്കാനാണ്. പക്ഷെ നമ്മൾ എങ്ങനെ ഇതിനോട് ഫൈറ്റ് ചെയ്താലും അല്ലാഹ് പറഞ്ഞില്ലേ, എന്തൊന്നിൽ നിങ്ങൾ പേടിച്ചോടുന്നുവോ ഫഇന്നഹു മുലാഖിക്കും, അത് നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യുന്നവർ. വലൗ അല്ലേ, എങ്ങനെയാണ് ആയത്? വലൗ കാന ഫീ ബുറൂജിൻ വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ, അസ്തഗ്ഫിറുല്ലാഹ്, വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ, കെട്ടി ഉയർത്തപ്പെട്ട കോട്ടകൾക്കുള്ളിലാണെങ്കിൽ പോലും അത് കണ്ടുമുട്ടും. ഞാൻ ആരെയും ബേജാറാക്കിയതല്ല, നമ്മൾക്കിതുണ്ട് എന്ന് ഉറപ്പാണ്. അപ്പോൾ അതിനു വേണ്ടി കടലാസ് ക്ലിയർ ആക്കുക. നാളെ ഒരു ദുബായ് യാത്രയുണ്ടെങ്കിൽ എന്തൊക്കെ പേപ്പേഴ്സ് നമ്മൾ ബെറ്റർ ആക്കി വെക്കും, എത്ര ഡ്രസ്സുകൾ നമ്മൾ ഒരുക്കി വെക്കും. ഏറ്റവും ഉത്തമമായിട്ട് നമ്മൾ യാത്രകൾ പോവുക. തിരിച്ചു വരാത്തൊരു യാത്രയുണ്ട്, അവിടേക്കുള്ള യാത്രയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുക. ഒരു പക്ഷേ നമ്മുടെ സാധ്യതയുടെ അവസാനത്തെ ക്ലാസ് ആയിരിക്കാം ചിലപ്പോൾ, അതൊന്നും പറയാൻ പറ്റില്ല. ഇനി അടുത്തൊരു വെള്ളിയാഴ്ച അടുത്തൊരു സാധ്യതക്ക് നമ്മൾ ഉണ്ടാകുമോ, ഒരു ഗ്യാരണ്ടി നമുക്കില്ല. കാരണം എന്താ, ഞാൻ കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞു, നമ്മൾ ഓടുന്ന വണ്ടി, ഓടിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടി, എതിര് വരുന്ന ഡ്രൈവർ ഒന്ന് അശ്രദ്ധനായാൽ തീരാവുന്നതേ ജീവിതമുള്ളൂ. അങ്ങനെ എത്രയോ ജന്മങ്ങളെ വാർത്തകൾ നമ്മൾ കേൾക്കുന്നു. ചെറിയ കുട്ടികളും വലിയ വയസ്സായ ആളുകളും പ്രായഭേദമെന്നെ വിട്ടുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് സലാമത്തോടു കൂടി യാത്രയാകാൻ സാധിക്കട്ടെ. അള്ളാഹു നമുക്കതിനെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വലിയ വലിയ പരീക്ഷണങ്ങളിൽ നിന്നും താങ്ങാൻ കഴിയാത്ത അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളിൽ നിന്നും അതുപോലെയുള്ള രോഗങ്ങളിൽ നിന്നുമൊക്കെ അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഏത് സമയത്ത് റബ്ബിലേക്ക് മടങ്ങിപ്പോകേണ്ടി വന്നാലും സ്വർഗം കണ്ടുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുച്ചരിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങുന്ന മഹാവിജയികളിൽ, ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മളിൽ വന്നുപോയ ചെറുതും വലുതുമായ അപാകതകളും വീഴ്ചകളുമെല്ലാം ഗഫാറായ റബ്ബ് നമ്മൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തീരുമാറാകട്ടെ. നാളെ പരലോകത്ത് അവൻ്റെ വിശാലമായ സ്വർഗത്തിൽ ഇടം നൽകി റബ്ബ് നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെ നോക്കി കടന്നു വരുന്ന എല്ലാ മുസീബത്തുകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മളിവിടെ ചെലവഴിച്ച ഓരോ സെക്കൻഡുകൾക്കും അള്ളാഹു നാളെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥന വസിയത്ത് ചെയ്ത ധാരാളം ആളുകളുണ്ട്, അതിൽ രോഗികളുണ്ട്, അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. മാനസികമായി പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരുണ്ട്, അള്ളാഹു നിർഭയത്വം പ്രദാനം ചെയ്യുമാറാകട്ടെ. മക്കളിൽ നിന്നും ഇടകളിൽ നിന്നും അള്ളാഹു നമുക്ക് കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.